Good Good morning, morning, sir. sir. Good morning, sir. ഓക്കെ, ഇപ്പോഴാണ് ഒരു എനർജി വന്നത്. ഓക്കെ, ഫിസിക്സ് ക്ലാസ്സിന് ഇരിക്കുമ്പോ എന്താ പറയാ, ഒരു എനർജിയോട് കൂടിയിട്ട് ഇരിക്കണം. ഓക്കെ, നമ്മൾ പഠിക്കുന്നൊക്കെ എന്തിനെ കുറിച്ചിട്ടാ? എനർജിയും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചല്ലേ പഠിക്കണേ. അപ്പൊ നിങ്ങൾ ഇരിക്കണത് ഒരു ഉഷാറോട് കൂടിയിട്ട് തന്നെ ഇരിക്കുക, നല്ല കാര്യങ്ങൾ കിട്ടുക. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? നമ്മൾ മോഷൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞു, ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബേസിക് ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പറഞ്ഞു, കൈനമാറ്റിക്സിന്റെയും കൈനറ്റിക്സിന്റെയും ഡിഫറൻസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് കുറച്ച് ക്വാണ്ടിറ്റീസ് എന്തൊക്കെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, സ്പീഡ്. ഈ 4 ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. ഓക്കെ, അതില് നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്ന പോർഷനിലായിരുന്നു, അല്ലെ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്ന പോർഷനിലായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ദെൻ ആക്സിലറേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എടുത്തിട്ടുണ്ടായിരുന്നോ? ഒന്ന് പറഞ്ഞേ. ഇല്ല. ഓക്കെ, ആക്സിലറേഷൻ നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? വെലോസിറ്റി ആയിരുന്നു. ഓക്കെ, ആക്സിലറേഷൻ ഞാൻ ആ ക്ലാസ്സിൽ എടുക്കാതിരുന്നതിന് ഒരു റീസൺ ഉണ്ട്. കാരണം നമുക്ക് വെലോസിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ചിട്ടും വെലോസിറ്റി ടൈം ഗ്രാഫുകളെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫുകളെ കുറിച്ചിട്ടും അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫുകളെ കുറിച്ചും പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് വെലോസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ആണ്, അല്ലെങ്കിൽ വെലോസിറ്റിയുമായിട്ട് ഇടം പിടിച്ച് കിടക്കുന്ന ഒരു ടേംസ് ആണ്, ഗ്രാഫ്സ് ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ എന്തിലേക്ക് പോകാൻ പറ്റുള്ളൂ? ആക്സലറേഷനെ കുറിച്ചുള്ള കൺസെപ്റ്റ് പഠിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ഇനി അടുത്തത് അപ്പൊ നമുക്ക് നോക്കാനുള്ളത് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. അപ്പോ ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ബോർഡ് കാണുന്നില്ലേ? വൈറ്റ് ബോർഡ്? Yes, sir. Yes, sir. ഓക്കെ, ഓക്കെ. സോ ഇനി നോക്കാനുള്ളത് പൊസിഷൻ ടൈം ഗ്രാഫ്. ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, പൊസിഷൻ ടൈം ഗ്രാഫ്. ഏതെങ്കിലും പാർട്ട് എഴുതുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണേ. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ എന്താ വരയ്ക്കുന്നത്? പൊസിഷനും ടൈമും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കർവ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, വരയ്ക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഡാറ്റ റിലേറ്റഡ് ടു പൊസിഷൻ ആൻഡ് ടൈം ഓഫ് എൻ ഒബ്ജക്ട്. നമ്മൾ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞു, മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന്റെ പൊസിഷനെയും ടൈമിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റയാണ് മോഷൻ, അല്ലെ? അതായത് ഓരോ സമയത്തും ആ വസ്തുവിന്റെ പൊസിഷൻ എന്തായിരിക്കുമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആര്? മോഷൻ എന്ന് പറയുന്നത്, അല്ലെ? രണ്ടാമത്തെ സെക്കൻഡിൽ ഞാൻ നോക്കുകയാണെങ്കിൽ എന്റെ വസ്തു 2 മീറ്റർ ചലിച്ചു. 4ാമത്തെ സെക്കൻഡിൽ ഞാൻ നോക്കുകയാണെങ്കിൽ എന്റെ ഒബ്ജക്റ്റ് 4 മീറ്റർ സഞ്ചരിച്ചു. 6ാമത്തെ സെക്കൻഡിൽ നോക്കുമ്പോൾ 6 മീറ്റർ സഞ്ചരിച്ചു. ഇങ്ങനെ ഇത് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ അർത്ഥം ഓരോ ടൈമിലും അതിന്റെ പൊസിഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് എന്ത്? അതിന്റെ മോഷൻ എന്ന് പറയുന്നത്. സോ മോഷനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ വേണ്ട 2 ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഒന്ന് പൊസിഷൻ ആണ്, ഒന്ന് ടൈമാണ്. ഓക്കെ, പൊസിഷൻ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് വേണം? കോർഡിനേറ്റ്സ് വേണം. നമ്മൾ പഠിച്ചു 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ ഒക്കെ പഠിച്ചു, അല്ലെ? അതിലെല്ലാം എന്ത് വേണം? കോർഡിനേറ്റ്സ് വേണം. 1 ഡയമെൻഷൻ ആണെങ്കിൽ എക്സോ വൈയോ സെഡോ ഏതെങ്കിലും ഒന്ന് മാത്രം. 2 ഡയമെൻഷൻ ആണെങ്കിൽ എക്സ് വൈ അല്ലെങ്കിൽ വൈ സെഡ് അല്ലെങ്കിൽ എക്സ് സെഡ് 2 കോർഡിനേറ്റ്സ്. 3 ഡയമെൻഷൻ ആണെങ്കിൽ 3 കോർഡിനേറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്ത് മോഷനാ? 1 ഡയമെൻഷൻ ആണോ, 2 ഡയമെൻഷൻ ആണോ, 3 ഡയമെൻഷൻ ആണോ? അതൊന്ന് പറഞ്ഞേ. 1 dimensional. 1 ഡയമെൻഷൻ ഉറപ്പാണല്ലോ. കാരണം 1 ഡയമെൻഷണൽ മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് വിളിക്കുക. ഓക്കെ, നേർരേഖ അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷൻ എന്ന് വിളിക്കാം. ഈ 3 പേരുകളിലും 1 ഡയമെൻഷണൽ മോഷൻ അറിയപ്പെടുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ,
ലീനിയർ മോഷൻ, റെക്ടി ലീനിയർ മോഷൻ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോ ഞാൻ ഇതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ എനിക്ക് ഒരൊറ്റ കോർഡിനേറ്റ് മതി എന്നുള്ള കാര്യം ഇവിടെ കറക്റ്റ് വ്യക്തമാണ്. ഓക്കെ, വൺ ഡയമെൻഷണൽ മോഷൻ ആയതുകൊണ്ട് തന്നെ, അഥവാ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പൊസിഷൻ റെപ്രസെന്റ് ചെയ്യാൻ ഐ നീഡ് ഓൺലി വൺ കോർഡിനേറ്റ്, അല്ലെങ്കിൽ ഐ റിക്വയർ ഓൺലി വൺ കോർഡിനേറ്റ്. ഓക്കെ, ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് മതി, എക്സോ വൈയോ സെഡോ, ഏതെങ്കിലും ഒരൊറ്റ കോർഡിനേറ്റ് മാത്രം ഞാൻ എടുത്താൽ മതി. ഫോർ കൺവീനിയൻസ്, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ എടുക്കുക, സാധാരണയായിട്ട് എക്സ് കോർഡിനേറ്റ് ആണ് എടുക്കുക. ഓക്കെ, എക്സ് കഴിഞ്ഞിട്ടാണ് വൈയും സെഡും ഒക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ് ഏതായിരിക്കും, എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. അപ്പൊ റിമൈനിങ് ആയിട്ട് ഗ്രാഫിൽ ഒരു കോർഡിനേറ്റ് ഉണ്ട്. നമുക്കറിയാം 2 കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഒരു കോർഡിനേറ്റ് ഞാൻ പൊസിഷന് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ മറ്റേ കോർഡിനേറ്റ് എന്തിനു വേണ്ടി എടുക്കാം, എനിക്ക് ടൈമിന് വേണ്ടിയിട്ട് എടുക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് പൊസിഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോർഡിനേറ്റ് എടുക്കുന്നുള്ളൂ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എന്റെ വൈ കോർഡിനേറ്റ്. ഓക്കെ, എന്റെ വൈ കോർഡിനേറ്റ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്, എക്സോ അല്ലെങ്കിൽ വൈയോ, ഡിപ്പെൻസ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ടൈമിനെ എന്തിൽ റെപ്രസെന്റ് ചെയ്യാം, എക്സ് കോർഡിനേറ്റിൽ ടൈമിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ എന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞപ്പോ എന്തായി, ഒരു എക്സ് വൈ ഗ്രാഫ് ആണ്. അതിൽ എക്സ് കോർഡിനേറ്റ് ടൈമും വൈ കോർഡിനേറ്റ് പൊസിഷനുമായിരിക്കും. സോ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു ടൈം ഇൻ സെക്കൻഡ്സ് ആൻഡ് പൊസിഷൻ. പൊസിഷൻ എന്ന് പറയുന്ന ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താ, മീറ്റർ. ഓക്കെ, പൊസിഷനെ ഡിഫൈൻ ചെയ്യുന്ന സിമ്പിൾ എക്സ് ആണ്, ടൈമിനെ ഡിഫൈൻ ചെയ്യുന്ന സിമ്പിൾ സ്മോൾ ടി ആണ് കേട്ടോ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. നിങ്ങൾ ഡയമെൻഷണൽ അനാലിസിസ് പഠിച്ചപ്പോ അവിടെ ടൈമിന് ക്യാപിറ്റൽ ടി കൊടുത്തിട്ടുണ്ട്, പക്ഷെ യഥാർത്ഥത്തില് ടൈമിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താ, സ്മോൾ ടി ആണ്. ഓക്കെ, അത് മാറിപ്പോരുത്. ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യുന്ന സമയം നമ്മൾ മാസിന് എമ്മും ലെങ്ത്തിന് എല്ലും ടൈമിന് ടിയും കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അത് ഡയമെൻഷണൽ അനാലിസിസിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത സമയത്തൊക്കെ മാസിന് നമ്മൾ സ്മോൾ എം, ലെങ്ത്തിന് സ്മോൾ എല്, ടൈമിന് സ്മോൾ ടി, ഇതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള സമയത്തൊക്കെ, അതായത് ബാക്കിയുള്ള ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ, നൊട്ടേറ്റ് ചെയ്യുന്ന സിമ്പിളുകൾ ഇതാണ്. ഓക്കെ, അതുകൊണ്ട് ആ സിമ്പിളുകൾ കൺഫ്യൂസ്ഡ് ആവരുത്. ദെൻ പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താ, എക്സ് ആണ്. ഓക്കെ, എക്സ് ഇൻഡിക്കേറ്റ്സ് പൊസിഷൻ. ടൈം എന്താ, ടൈം ടി ആണ്, ടി ഇൻഡിക്കേറ്റ്സ് ടൈം. ഓക്കെ, രണ്ടിന്റെയും യൂണിറ്റുകൾ ഉണ്ട്, മീറ്ററും ഉണ്ട് സെക്കൻഡും ഉണ്ട്. സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടും അതിന്റെ എസ് ഐ യൂണിറ്റ്സിനെ കുറിച്ചിട്ടും നിങ്ങൾ പഠിച്ചത്. ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആയിരിക്കും. വേറെ എന്തെങ്കിലും യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് പറയും, അത് സെക്കൻഡറി ആയിട്ട് മാത്രമേ പറയുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കുന്ന എല്ലാ യൂണിറ്റും എന്തായിരിക്കും, സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഞാനൊരു കർവ് വരയ്ക്കുകയാണ്. സപ്പോസ് എൻ്റെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ദിസ് ഈസ് എ കർവ്. എനിക്ക് ഏതൊരു ഇൻസ്റ്റന്റ് എടുത്താലും ഓക്കെ, ലെറ്റ് ഇറ്റ് ബി T1, അവിടുത്തെ കറസ്പോണ്ടിങ് പൊസിഷൻ കണ്ടുപിടിക്കാം, ഇറ്റ് ബി x1. ഓക്കെ, ഏതൊരു ഇൻസ്റ്റന്റ് എടുത്താലും എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അവിടുത്തെ കറസ്പോണ്ടിങ് പൊസിഷൻ കണ്ടുപിടിക്കാൻ എനിക്ക് ഈ കർവിൽ നിന്ന് സാധിക്കും. ഓക്കെ, ഞാനിവിടെ T2 എടുത്തു. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻ കിട്ടി x2. ഓക്കെ, ഇനി മറ്റൊരു ടൈം എടുക്കുകയാണ് T3, അതിന്റെയും കറസ്പോണ്ടിങ് പൊസിഷൻ കിട്ടും x3. സോ ബേസിക്കലി പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക, ഒരു വസ്തുവിന്റെ പൊസിഷൻ ആയിരിക്കും നമുക്ക് എപ്പോഴും ലഭിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ആ പേരിൽ തന്നെ ഉണ്ട് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്ട് അറ്റ് ഡിഫറെന്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, ഇറ്റ് ഗീവ്സ് എ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്ട് അറ്റ് ഡിഫറെന്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം. ഓരോ ഇൻസ്റ്റന്റുകളിലും അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ വസ്തു ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ആർക്ക് കഴിവുണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫിന് കഴിവുണ്ട്. ഓക്കെ, സോ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ആദ്യം തന്നെ എഴുതാം, പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ്, നിങ്ങൾ നോട്ടായിട്ട് എഴുതാം, പൊസിഷൻ ടൈം ഗ്രാഫ്
gives the position of object at different instance of time. Okay, the position time graph gives the position of an object at different instance of time. Position time graph എഴുതുമ്പോൾ ജസ്റ്റ് ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതാം കേട്ടോ. പൊസിഷൻ ടൈം ഗ്രാഫ്, അതായത് രണ്ട് കോർഡിനേറ്റ് ആണല്ലോ, അതുകൊണ്ടാണ് പൊസിഷൻ ഒരു ഹൈഫൺ ഇട്ടിട്ട് ടൈം എഴുതുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് gives the position of an object at different instance of time. Position of an object at different instance of time. അതായത് വ്യത്യസ്ത സമയങ്ങളിൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ തരുന്ന ഗ്രാഫാണ് ആര്? പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. വ്യത്യസ്ത സമയങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത ടൈമുകളിൽ, ഡിഫറെന്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈമുകളിൽ എന്ത് തരും? ഡിഫറെന്റ് പൊസിഷൻസ് തരും, അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് എക്സാക്ട് പൊസിഷൻ തരുന്ന ആളാണ് നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഫസ്റ്റ് അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ അതിന്റെ യൂസ്, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറയാം. ഓക്കെ, എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി വെക്കാം. ഈ ഫിഗർ വരച്ചിട്ട്, സിമ്പിൾ ഫിഗർ വരച്ചിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻ എന്താണ്, യൂസ് എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ അവിടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതി വെക്കാം? ഇത് എഴുതി വെക്കാം. ഓക്കെ, ഇനി ഇതിന് പുറമെ രണ്ടാമതൊരു കാര്യം കൂടി, ഇതിന് പുറമെ രണ്ടാമതൊരു കാര്യം കൂടി നിങ്ങൾക്ക് എഴുതാം. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഒരു മേജർ അപ്ലിക്കേഷൻ, പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയായിരിക്കും നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുക? ഇത്തരത്തിലൊരു പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കർവിന് ഒരു ടാൻജന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഞാൻ ടാൻജന്റ് വരയ്ക്കുകയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഞാൻ എന്ത് വരയ്ക്കുകയാണ്? എന്റെ ടാൻജന്റ് വരയ്ക്കുകയാണ്. ഓക്കെ, ആ പോയിന്റ് തൽക്കാലം ഇതാണെന്ന് അസ്യൂം ചെയ്യാം. അതിലൂടെ ഞാനൊരു ടാൻജന്റ് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതിപ്പോ ടച്ച് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് ടച്ച് ചെയ്ത് പോണം. ഓക്കെ, എക്സാക്ട്ലി ഇതുപോലെ വരും. ഓക്കെ, ഞാൻ ആ ടാൻജന്റിന് ഒരു പേര് കൊടുക്കുകയാണ്, T1 T2, ആൻഡ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് P. ഒരു P എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ആണ്. സോ ടാൻജന്റ് T1 T2 ഈസ് ഡ്രോൺ ടു ദ കർവ് അറ്റ് ദ പോയിന്റ് P. ആ പോയിന്റ് Pയിലൂടെ ഞാൻ കർവിൽ വരയ്ക്കുന്ന, അല്ലെങ്കിൽ കർവിനായിട്ട് വരയ്ക്കുന്ന ഒരു ടാൻജന്റ് ആണ് T1 T2. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? അത് ആ പോയിന്റിലെ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി എന്ത് വെലോസിറ്റി ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ രണ്ട് വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്, ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും പഠിച്ചിട്ടുണ്ട്. ആ പോയിന്റ് Pയിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്ത് വെലോസിറ്റി ആയിരിക്കും? ആവറേജ് ആയിരിക്കോ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കോ? കമോൺ, എന്തായിരിക്കും? ആലോചിച്ച് നോക്ക്. ഒരു പോയിന്റ് P എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വെലോസിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? അത് ആവറേജ് വെലോസിറ്റി ആയിരിക്കോ, അതോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കോ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കും. കാരണം എന്താ? അതൊരു ഇൻസ്റ്റന്റ് ആണ്, അല്ലെ? P എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നേരെ താഴേക്ക് ഒരു വര വരച്ചാൽ മതി. ദിസ് ഈസ് എ ടൈം. TP എന്നോ എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് വിളിക്കാം. T1 T2 T3, ഏതൊരു ടൈമാണത്? ഒരു ഇൻസ്റ്റന്റ് ആണ്, ഒരു പ്രത്യേക സെക്കൻഡ് ആണ്, അല്ലെ? അപ്പൊ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നാണ് വിളിക്കുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന വെലോസിറ്റി എന്തായിരിക്കും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, നമുക്ക് അവിടെ കിട്ടുന്ന വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കും. അപ്പൊ ഞാൻ അതിന്റെ താഴെ എഴുതാൻ പോവാണ്, ടാൻജന്റ് T1 T2 is drawn through the point P. പോയിന്റ് Pയിലൂടെ ഞാനൊരു ടാൻജന്റ് വരയ്ക്കുന്നു. പോയിന്റ് P എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ആവാം, കർവില് ഏത് പോയിന്റ് വേണമെങ്കിലും ആവാം. ഓക്കെ, whose slope, ഓക്കെ, അതിന്റെ ചെരിവ് gives instantaneous velocity
അറ്റ് പി. ഓക്കെ, അതിനാണ് പ്രാധാന്യം. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ഞാൻ എടുത്താൽ എനിക്ക് ആ പിയിലുള്ള എന്ത് കിട്ടും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. ഞാൻ ആ ടാൻജന്റ് എടുത്തു, പിയിലൂടെയുള്ള അതിന്റെ സ്ലോപ്പ് എടുത്തു, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിട്ട് പി കിട്ടി. ഓക്കെ, അപ്പൊ അത് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് യൂസ് ചെയ്യുന്നതിന്റെ മറ്റൊരു അപ്ലിക്കേഷൻ ആണ് എന്ത്? ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം, കാരണം ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടത് ഏതൊരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെയും സ്ലോപ്പ് ആയിരിക്കും അതിന്റെ വെലോസിറ്റി. സോ യു നീഡ് ടു നോ ഹൗ ടു കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ഓഫ് എ പൊസിഷൻ ടൈം ഗ്രാഫ്. ഒരു സ്ലോപ്പിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, ഇനി ചോദിച്ചു നോക്കട്ടെ, എങ്ങനെയാണ് നിങ്ങൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക? നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ സ്ട്രേറ്റ് ലൈൻസ് പഠിച്ചിട്ടുണ്ട്, +1 ഒന്നും കൂടി പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 10ൽ പഠിച്ച ബേസിക് നോളേജ് മതി നിങ്ങൾക്ക് ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. എങ്ങനെയാ സ്ലോപ്പ് കണ്ടുപിടിക്കുക? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് സ്ലോപ്പ്? എങ്ങനെ ഒരു ചെരിവ് കണ്ടുപിടിക്കുക? ഒരു ലൈനിന്റെ ആണ്, ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കർവ് കണ്ട, അതിനാണ് ഞാൻ അവിടെ ലൈൻ വരച്ചത്. കർവ് ആണെങ്കിൽ നമ്മുടെ അവിടെ കൂടെ ഒരു ലൈൻ വരച്ചിട്ടാണ് നമ്മൾ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ബിക്കോസ് കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയില്ല. നമ്മൾ യൂഷ്വലി ലൈനിന്റെ അവിടുത്തെ ലൈനിന്റെ സ്ലോപ്പാണ് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കർവിന്റെ സ്ലോപ്പ് നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു പോയിന്റിലൂടെയുള്ള ഒരു ലൈനിന്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ലൈനിന്റെ സ്ലോപ്പ് എനിക്ക് എങ്ങനെ എടുക്കാം? എം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഈ ഒരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? പറയടോ, എന്താ അത് ഓർമ്മ ഉണ്ടോ? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. അങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പരിചയം ഉണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട് അല്ലെ? എന്താ അത്? y2 മൈനസ് y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ y കോർഡിനേറ്റ് ആണ് അല്ലെ? y കോർഡിനേറ്റ് ആണ്, അതായത് ഈ കോർഡിനേറ്റ് ഞാൻ പൊസിഷൻ മാർക്ക് ചെയ്താണ് കോർഡിനേറ്റ്. ഓക്കെ, x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താ? അതെന്റെ എക്സ് കോർഡിനേറ്റ് ആണ്. ഓക്കെ, അതായത് ഞാൻ ടൈം മാർക്ക് ചെയ്താണ് കോർഡിനേറ്റ്. അപ്പൊ ഞാൻ ഇവിടെ എടുത്ത ടാൻജന്റിന്റെ സ്ലോപ്പിനെ ഞാൻ ഈ കർവിന്റെ ടേംസിൽ എഴുതാൻ പോവാണ്. ഓക്കെ, കർവിന്റെ ടേംസിൽ എഴുതുമ്പോൾ ഇവിടെ y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1 എന്ന് എഴുതാം. കാരണം എന്താ? y ആക്സിസിലുള്ള ആൾക്കാരൊക്കെ പൊസിഷൻ ആണ്. ഓക്കെ, ഒരു പൊസിഷൻ x2 മറ്റേ പൊസിഷൻ x1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ഇവിടുത്തെ പൊസിഷൻ x1, ഇവിടുത്തെ പൊസിഷൻ x2. അപ്പൊ y ആക്സിലെ രണ്ടാൾക്കാർ ആരൊക്കെയായി? y2 y1 പകരം x2 x1 വന്നു. ഓക്കെ, ഇനി അതിന്റെ കറസ്പോണ്ടിങ് ടൈം t1 t2 ആണ്. അതായത് t1 ടൈമിലാണ് പൊസിഷൻ x1 ആവുന്നത്, t2 ടൈമിലാണ് പൊസിഷൻ x2 ആവുന്നത്. അപ്പോ x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1 എന്ന് വരും. ഓക്കെ, x ആക്സിലെ രണ്ടാൾക്കാർക്ക് പകരം ആര് വന്നു? ടൈം വന്നു. y ആക്സിലെ രണ്ടാൾക്കാർക്ക് പകരം ആര് വന്നു? പൊസിഷൻ വന്നു. ഓക്കെ, ദാറ്റ് ഈസ് x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, x2 മൈനസ് x1 ബൈ t2 മൈനസ് t1 എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഇനി നമ്മളൊരു ഇൻസ്റ്റന്റിലാണ് കണ്ടുപിടിക്കുന്നത്, ഒരു ഇൻസ്റ്റന്റിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഇറ്റ് ബിക്കംസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇതാരാള്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആരാള്? Instantaneous velocity. വെരി ഗുഡ്, വി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായി മാറുന്നത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് സ്ലോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. ഓക്കെ, കാരണം സ്ലോപ്പിന്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷനിൽ എന്റെ y കോർഡിനേറ്റ് കിടക്കുന്ന പൊസിഷൻ ആണ്, അപ്പൊ ഞാൻ x2 മൈനസ് x1 കൊടുത്തു. എന്റെ എക്സ് കോർഡിനേറ്റിൽ കിടക്കുന്ന ടൈം ആണ്, ഞാൻ അവിടെ ടൈം t2 മൈനസ് t1 കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടൈം എന്ന് പറഞ്ഞ് വളരെ ചെറുതായതുകൊണ്ട് ഞാൻ ലിമിറ്റിംഗ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, വിച്ച് ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി.
v equal to dx by dt. ഓക്കെ, അപ്പൊ പൊസിഷൻ ഡയഗ്രാഫിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പൊസിഷൻ ഡയഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഓരോ ഇൻസ്റ്റന്റിലും പറഞ്ഞു തരുന്ന കർവ് അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഗ്രാഫാണ് പൊസിഷൻ ഡയഗ്രാഫ്. അതിന്റെ സ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വിൽ ഓൾവേസ് ഗെറ്റ് ദ അല്ലെങ്കിൽ ഓൾവേസ് ഒബ്റ്റെയിൻ ദ വെലോസിറ്റി, ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. നമ്മൾ സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഓക്കെ, ആവറേജ് വെലോസിറ്റി അല്ല, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ് നമ്മൾ വെറും വെലോസിറ്റി. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ വെലോസിറ്റി എന്ന് പറഞ്ഞ് പഠിക്കുന്നതിന് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ടേം ആണ് നമ്മൾ ഇക്കൊല്ലം പഠിക്കുന്നത്, ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, നിങ്ങൾ വെറുതെ 9th പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി, പ്രവേഗം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 9th ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത്. ആ ടൈമില് നിങ്ങൾ വെലോസിറ്റി എന്ന് പറഞ്ഞ് പഠിക്കുന്ന സംഭവം തന്നെയാണ് ഇവിടെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട്, കുറച്ചും കൂടി മാത്തമെറ്റിക്കൽ എക്സ്പ്ലനേഷൻസോട് കൂടിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നു. അത്രേ ഉള്ളൂ. കാരണം ലിമിറ്റിംഗ് കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നു. ഇപ്പോഴാണ് അതിന്റെ കൺസെപ്റ്റ് ഒന്നും കൂടി എന്താവുക, ക്ലിയർ ആവുക. ഓക്കെ, അപ്പോ വെലോസിറ്റി എന്ന് നമ്മൾ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആവറേജ് വെലോസിറ്റി. അത് ആവറേജ് വെലോസിറ്റി അല്ല, പകരം എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ പൊസിഷൻ ഡയഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ ഇൻസ്റ്റന്റിലും കിട്ടുന്ന വെലോസിറ്റികൾ എന്തായിരിക്കും? അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു കേസ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. താഴെ നിങ്ങൾക്ക് ഒന്നും കൂടി എഴുതാൻ പറ്റും. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വിൽ ഗെറ്റ് ദ വെലോസിറ്റി. നമുക്ക് അതിന്റെ വെലോസിറ്റി ഒബ്റ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ വെലോസിറ്റി കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഒന്ന് രണ്ട് നോട്ട് ഇവിടെ എഴുതി വെക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു, നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഫസ്റ്റ് പോയിന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു the actual distance covered by the object in a uniform motion along a straight line. ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ കവർ ചെയ്യുന്ന ആക്ച്വൽ ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത്? അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കാനുള്ള ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആക്ച്വൽ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും, പ്രൊവൈഡഡ് അവർ മോഷൻ ഈസ് യൂണിഫോം അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മുടെ മോഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള യൂണിഫോം മോഷൻ ആണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആക്ച്വൽ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, in a uniform motion instantaneous velocity is equal to average velocity at all times. എന്താ കാരണം? ഒരു യൂണിഫോം മോഷൻ ആണെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. അതിനൊരു റീസൺ ഉണ്ട്. കാരണം യൂണിഫോം മോഷൻ അഥവാ സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള ഒരു യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സെയിം ടൈം ഇന്റർവെല്ലില് സെയിം ഡിസ്റ്റൻസ് ആണ് എപ്പോഴും കവർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0 സെക്കൻഡില് 0 മീറ്റർ, 2 സെക്കൻഡില് 2 മീറ്റർ, 4 സെക്കൻഡില് എന്താ പറയാ 4 മീറ്റർ കവർ ചെയ്തു, 6 സെക്കൻഡില് 6 മീറ്റർ ആയി. ഓക്കെ, അതായത് ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 സെക്കൻഡ് ഗ്യാപ്പില് 2 മീറ്റർ ആണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 സെക്കൻഡ് ഗ്യാപ്പ് 2 മീറ്റർ, 2 സെക്കൻഡ് ഗ്യാപ്പ് 2 മീറ്റർ. അപ്പോൾ ഓരോ 2 സെക്കൻഡ് പിന്നിടുമ്പോഴും അല്ലെങ്കിൽ ഓരോ 2 സെക്കൻഡ് കഴിയുമ്പോഴും അത് 2 മീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതിന്റെ അർത്ഥം സെയിം ഡിസ്റ്റൻസ് ആണ് സെയിം ഇന്റർവെല്ലിൽ എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്.
നമുക്കറിയാം ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മളവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുക. ഓക്കെ, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് അഥവാ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈമിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുക. അത് ആവറേജ് വെലോസിറ്റി ആണെങ്കിൽ മൊത്തമായിട്ടുള്ള യാത്രയുടെ നമ്മൾ ആവറേജ് നോക്കും. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഇൻസ്റ്റന്റ് നോക്കും. ഇവിടെ എല്ലാ ഇൻസ്റ്റന്റിലും സെയിം വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ അതിന്റെ ആവറേജ് എടുത്താലും അതേ വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, എനിക്കൊരു 10 നമ്പർ ഉണ്ട്. ആ 10 നമ്പറും ഒരേ നമ്പർ ആണെങ്കിൽ ഞാൻ അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? സെയിം നമ്പർ തന്നെയാണ് കിട്ടുക. ഓക്കെ, അതായത് 1 എന്ന് പറയുന്ന ഒരു നമ്പറിനെ 10 വട്ടം എടുത്താലും ആ നമ്പർ 1 തന്നെയാണെങ്കിൽ ഞാൻ അതിന്റെ ആവറേജ് എടുത്താലും എനിക്ക് എന്താ കിട്ടുക? എനിക്ക് 1 തന്നെയാണ് കിട്ടുക, നമ്പർ 1 തന്നെയാണ് കിട്ടുക. ഓക്കെ, അതേപോലെ നിങ്ങൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ വാല്യൂ എപ്പോഴും തുല്യമാണെങ്കിൽ, എപ്പോഴും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ എടുത്താലും ഇറ്റ് വിൽ ബി ആൾവേസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനോട് എന്ത് തുല്യമായിരിക്കും? ആവറേജ് വെലോസിറ്റിയുടെ വാല്യൂ തുല്യമായിരിക്കും. കാരണം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓരോ ഇൻസ്റ്റന്റിലും സെയിം വാല്യൂ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ആ സെയിം വാല്യൂവിന്റെ ആവറേജ് നമ്മൾ എങ്ങനെ എടുത്താലും അതേ വാല്യൂ കിട്ടുള്ളൂ. അത് അങ്ങനെ ഒരു റൂളാണ്. റൂൾ എന്നല്ല, അതെന്താ പറയാ, ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഫാക്റ്റ് ആണ്. ഓക്കെ, ഒരേ നമ്പറിന്റെ, അതായത് സെയിം നമ്പർ ആണ് കുറെ ടൈം ആഡ് ചെയ്തിട്ട് നമ്മൾ ആവറേജ് എടുക്കുന്നെങ്കിൽ അതേ നമ്പർ തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി തുല്യമായതുകൊണ്ട് മാത്രം ആവറേജ് വെലോസിറ്റി അവിടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയോട് ഈക്വൽ ആവുന്നു. ഇത് എവിടെ മാത്രമേ നടക്കുള്ളൂ? യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. യൂണിഫോം മോഷനിൽ മാത്രമേ നടക്കുള്ളൂ. നമ്മളിവിടെ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടില്ല, കാരണം സ്ട്രേറ്റ് ലൈൻ മോഷൻ ആണ് നമ്മൾ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. കാരണം ഇതെന്താ, 1 ഡയമെൻഷണൽ മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് അല്ലെ? ഈ ചാപ്റ്റർ ഫുള്ള് സ്ട്രേറ്റ് ലൈൻ മോഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ആ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സ്ട്രേറ്റ് ലൈൻ മോഷൻ, അതായത് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ ആകുമ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡും ആക്ച്വൽ ഡിസ്റ്റൻസ് കവേർഡും സെയിം ആയിരിക്കും. അതുപോലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും, അതായത് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ. ഈ 2 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്ത് ചെയ്യണം? നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു വെക്കണം. ഓക്കെ, ഇതിന്റെ ബേസ് ചെയ്തിട്ട് അപ്ലിക്കേഷൻസ് ഒക്കെ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ യൂണിഫോം മോഷൻ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ അതിൽ നിന്ന് ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ യു നോ ഹൗ ടു കാൽക്കുലേറ്റ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുണ്ടാവും, പക്ഷെ ആവറേജ് വെലോസിറ്റി നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഓർത്തിരിക്കും. അപ്പൊ ഒന്നും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ വറീഡ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും സെയിം ആണെന്നുള്ള കൺസെപ്റ്റ് ഓർത്താൽ മതി. ഇൻ കേസ് ഓഫ് എ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ, അത് യൂണിഫോം മോഷൻ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ? ടാക്കിൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ നോട്ട് എന്നൊക്കെ പറഞ്ഞ് എക്സ്ട്രാ എഴുതുന്ന കാര്യങ്ങൾ, നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ പോയിന്റ്സ് ടു ഫിഗർ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അപ്ലിക്കേഷൻ വൈസ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇനി വൈകാതെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കും. ഓക്കെ, ഒന്നെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയയിലേക്ക് ഈ പോയിന്റ്സ് ഒക്കെ വരണം. എന്നാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ആ 2 കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ നോട്ട്സ് ആയിട്ട് പറയാനുള്ളത്. ദെൻ അടുത്തത്, നിങ്ങൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് തന്നെ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് വേരിയസ് കൈൻഡ്സ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പഠിക്കണം. ഒരു 3 കൈൻഡേ ഉള്ളൂ. ഓക്കെ, ഇത് ചോദിക്കും. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അനങ്ങാതിരിക്കുന്ന, സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. അവിടെ നമ്മൾ സാധാരണ പോലെ 2 ആക്സിസ് വരച്ചു. ഓക്കെ, വൈ ആക്സിസ് നമ്മൾ, എക്സ് ആക്സിസ് നമ്മൾ ടൈമും, വൈ ആക്സിസ് നമ്മൾ എന്തും കൊടുത്തു? പൊസിഷനും കൊടുത്തു. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് അനങ്ങുന്നില്ല. അതായത് ഏത് ടൈം പിന്നിട്ടാലും അല്ലെങ്കിൽ ഏത് സമയം നോക്കിയാലും അതിന്റെ പൊസിഷൻ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കോ അതോ മാറുമോ? അല്ലെ? വെരി ഗുഡ്, ഫിക്സ്ഡ് ആയിരിക്കും. എന്താ കാരണം? അത് സ്റ്റേഷനറി ആണ്, അത് അവിടെ നിന്ന് അനങ്ങുന്നില്ല. അപ്പൊ ഞാൻ ഒന്നാമത്തെ ഇൻസ്റ്റന്റ് എടുത്താലും 2ാമത്തെ എടുത്താലും 3ാമത്തെ എടുത്താലും ഒക്കെ അതിന്റെ സെയിം പൊസിഷൻ, സെയിം എക്സ് തന്നെ ആയിരിക്കും. അപ്പൊ കർവ് എങ്ങനെയാ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെയിം എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കാം? എങ്ങനെ വരും? എക്സ് എപ്പോഴും സെയിം ആയിരിക്കണം. ഞാൻ ഇതാണ് എടുക്കുന്നെങ്കിൽ അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും.
ഓക്കെ, കാരണം ഈ ടൈം എടുത്താലും ഒക്കെ എന്ത് തന്നെയാണ്? ഇപ്പൊ T1 T2 T3 എന്ന് പറഞ്ഞ് ഞാൻ ടൈം എടുത്തു, അപ്പോഴും പൊസിഷൻ ഇതാണ്. T2 വരുമ്പോഴും പൊസിഷൻ ഇതാണ്, T3 വരുമ്പോഴും പൊസിഷൻ ഇതാണ്. നോക്കിയേ, പൊസിഷൻ എവിടെയാ പറയാ? Y ആക്സിലാ പറയാ. എല്ലാത്തിലും പൊസിഷൻ സെയിം അല്ലേ? എല്ലാം സെയിം എക്സ് ആണ്. ടൈം മാറുന്നുണ്ട്, പക്ഷെ പൊസിഷൻ മാറുന്നില്ല. സോ ഇത്തരത്തിലുള്ള ആ ഒരു കർവിനെയാണ് നമ്മൾ റെസ്റ്റിലുള്ള അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുക. ഓക്കെ, സോ നിങ്ങൾ വരച്ചു വെക്കേണ്ടത് എക്സ് ടി ഗ്രാഫ് വരച്ചിട്ട് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഒബ്ജക്ട് അറ്റ് റെസ്റ്റ്. ഒബ്ജക്ട് എന്തിലാണ്? റെസ്റ്റിലാണ്. ഓക്കെ, ഇനി അടുത്തത് യൂണിഫോം മോഷൻ. ഒബ്ജക്ട് ഇൻ മോഷൻ ആണ് യൂണിഫോം മോഷൻ. ഒബ്ജക്ട് ഇൻ മോഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ കർവ് വരയ്ക്കാം. അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഇത് യൂണിഫോം മോഷൻ ആണ് വിത്ത് പോസിറ്റീവ് വെലോസിറ്റി. പോസിറ്റീവ് വെലോസിറ്റി കേസ് മെൻഷൻ ചെയ്യണം. ഓക്കെ, യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി. യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി. ഇവിടെ എന്താ വരിക? ഇവിടെ ടൈം വരും. ഇവിടെ എന്തായിരിക്കും? പൊസിഷൻ. ഓക്കെ, ഇനി യൂണിഫോം മോഷൻ ആകുമ്പോൾ എപ്പോഴും അത് സീറോയിൽ നിന്ന് തുടങ്ങി എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ആദ്യത്തെ സെക്കൻഡില് ഫസ്റ്റ് സെക്കൻഡ് എടുത്താൽ 1 മീറ്റർ, രണ്ടാമത്തെ സെക്കൻഡ് എടുത്താൽ 2 മീറ്റർ, മൂന്നാമത്തെ സെക്കൻഡ് എടുത്താൽ 3 മീറ്റർ. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് വാല്യൂ ആയിരിക്കും. സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ അർത്ഥം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റി എന്തായി മാറി? സെയിം ആയി മാറി. കാരണം എന്താ? ഈ കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഓക്കെ, സ്ലോപ്പ് ഒരു കർവിന് ഫിക്സഡ് ആണെങ്കിൽ ഓരോ ഇൻസ്റ്റന്റിലും സെയിം വാല്യൂ ആണെങ്കിൽ നമ്മൾ പഠിച്ചു അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി എന്തുകൊണ്ടാണ് അതിന്റെ പോസിറ്റീവ് വെലോസിറ്റി എന്ന് പറയാൻ കാരണം? ഇത് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന കർവാണ്. ഞാനിപ്പോ ഒരു സ്ലോപ്പ് എടുക്കുകയാണ്, ഈ 2 പോയിന്റിന്റെ സ്ലോപ്പ് എടുക്കുകയാണ്. എന്താ എടുക്കുക? x2 x1 t2 t1. ഓക്കെ, x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1 എന്നുള്ളതാണല്ലോ എന്റെ വെലോസിറ്റി. ഇതിൽ ആരാ വലുത്? x2 ആണോ വലുത്? x1 ആണോ വലുത്? അതുപോലെ t2 ആണോ വലുത്? t1 ആണോ വലുത്? x2 t2. വെരി ഗുഡ്. x2 ഉം t2 ആണ് വലുത്. അപ്പൊ വലുതിൽ നിന്നാണ് നമ്മൾ ചെറുത് കുറയ്ക്കുന്നത്, മുകളിലും താഴെ ആയാലും. അപ്പൊ നമുക്ക് കിട്ടുന്ന എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. സോ എന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇതിലൊരു പോസിറ്റീവ് വെലോസിറ്റി കർവ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ പോസിറ്റീവ് വെലോസിറ്റിയുടെ കർവ് എപ്പോഴും എങ്ങനെ വരുള്ളൂ? എപ്പോഴും ഇങ്ങനെ മുകളിലേക്കായിട്ട് വരുള്ളൂ. ഓക്കെ, സോ ഇതാണ് യൂണിഫോം മോഷൻ വിത്ത് പോസിറ്റീവ് വെലോസിറ്റി. ഇനി മൂന്നാമത് ഒരു കർവും കൂടി നമുക്ക് പഠിക്കണം. യൂണിഫോം മോഷൻ വിത്ത് യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി. യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി. മൈനസ് ഇട്ടിട്ട് വീന്ന് എഴുതിയ നെഗറ്റീവ് എന്നാണ് കേട്ടോ. നെഗറ്റീവ് വെലോസിറ്റി ഷോർട്ട് ആയിട്ട് അങ്ങനെ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഫുൾ ആയിട്ട് നെഗറ്റീവ് തന്നെ എഴുതി വെക്കാം ഇൻ ബോൾഡ്സ്. സോ യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി. യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രേറ്റ് ലൈൻ തന്നെയാണ്, ബട്ട് ഇറ്റ് ഡിക്രീസസ് ഫ്രം എ ഹയർ വാല്യൂ. ഹയർ വാല്യൂവിൽ നിന്ന് ഡിക്രീസ് ചെയ്യുന്ന ഒരു ലൈനാണ്. സ്ട്രേറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഞാനിവിടെ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ചിലപ്പോൾ ഒരു ചെറിയ വേവ്നെസ് കാണാം. അത് ഈ സ്ക്രീനിൽ വരയ്ക്കുന്നതിന്റെയാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ട് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് തന്നെ വരയ്ക്കുക. നോക്കി, ഇവിടെ ഒരു ഹയർ വാല്യൂവിൽ നിന്നാണ് തുടങ്ങുന്നത്. നേരത്തെ നമ്മുടെ പോസിറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ എന്തിൽ നിന്നാണ് തുടങ്ങിയത്? അതൊരു സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കർവായിരുന്നു പോസിറ്റീവ് വെലോസിറ്റിയുടെ കർവ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക? ഒരു ഹയർ വാല്യൂവിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സ്ലോപ്പ് എടുക്കാൻ വേണ്ടി 2 പോയിന്റ് എടുക്കുകയാണ്. ഓക്കെ, ഇത് x2, ഇത് x1 t1 t2. ഓക്കെ, എന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1 അല്ലെ? ഇതാണ് എന്റെ സ്ലോപ്പ്. ഇതില് x2 ആണോ വലുത്? x1 ആണോ വലുത്? അതേപോലെ തന്നെ t2 ആണോ വലുത്? t1 ആണോ വലുത്? ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. t1ന്റെ ഇവിടെ x1, ഇവിടെ x2. ഓക്കെ, ഇനി പറ,
ഏതാ വലുത്? x1 ആണോ x2 ആണോ അതുപോലെ t1 ആണോ t2 ആണോ? യെസ്, വെരി ഗുഡ്. അതായത് ഈ ഒരു കോർഡിനേറ്റ് നോക്കിയാൽ x1 ആയിരിക്കും വലുത്. ഈ കോർഡിനേറ്റ് നോക്കി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് t2 തന്നെയാണ് വലുത്. അപ്പൊ താഴെ കിടക്കുന്ന t2 മൈനസ് t1 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ. ബട്ട് x2 മൈനസ് x1 എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? x2 ചെറുതാണ്, x1 വലുതാണ്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ എനിക്ക് നെഗറ്റീവ് നമ്പറാണ് കിട്ടുക. അപ്പൊ മുകളിലുള്ള ന്യൂമറേറ്റർ എന്തായി മാറി? നെഗറ്റീവായി മാറി. താഴെയുള്ള ഡിനോമിനേറ്റർ എന്തായി മാറി? അത് ഓൾറെഡി പോസിറ്റീവ് തന്നെയാണ്. നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ റേഷ്യോ എടുത്ത് എന്തേ കിട്ടുള്ളൂ? നെഗറ്റീവ് തന്നെ കിട്ടുള്ളൂ. സോ സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. അതുകൊണ്ടാണ് ഈ കർവിനെ യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്ലോപ്പ് എന്താ? ഇവിടെ വെലോസിറ്റി ആണ് നമ്മുടെ സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പ് തന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വെലോസിറ്റി നെഗറ്റീവായി. അതുകൊണ്ട് യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി ഉള്ള കർവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് മൂന്നാമത്തെ കേസ്. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ t1 t2 ഒന്നും കാണിക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ ഒരു കർവിനെ മാത്രം കാണിച്ചു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാണ് സ്ലോപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ, നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ചു എന്നുള്ളൂ. ഓക്കെ, കർവ് വരയ്ക്കുമ്പോൾ അതിന്റെ എന്ത് കാണിക്കുക? മൂന്നിന്റെയും പ്രൊഫൈല് കാണിക്കുക. ഓക്കെ, നേരെയാണോ, മുകളിലേക്ക് കുത്തനെയുള്ള കർവാണോ, കുത്തനെയല്ല ചെരിഞ്ഞിട്ടുള്ള കർവാണോ, അതുപോലെ താഴേക്ക് ചെരിഞ്ഞിട്ടുള്ള കർവാണോ? ഓക്കെ, എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ഞാനിപ്പോ കാണിച്ച പോലെ സ്ലോപ്പ് എടുത്ത് നോക്കുക. x2 മൈനസ് x1 ബൈ t2 മൈനസ് t1 എന്ന ഇക്വേഷൻ നമുക്ക് അറിയാം സ്ലോപ്പിന്റെ. ആ സ്ലോപ്പിന്റെ ഇക്വേഷൻ എടുത്ത് നോക്കുക. ഇക്വേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ രണ്ട് കർവ് ഐഡിയ ഉണ്ട്. അതായത് ഒന്ന് ഇങ്ങനെയാണ് വരാന്ന്, ഒന്ന് ഇങ്ങനെയാണ് വരാന്ന് ഐഡിയ ഉണ്ട്. അതിൽ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്ന് എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് ടേക്ക് ദ സ്ലോപ്സ്. ഓക്കെ, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് വാല്യൂ കിട്ടും. പോസിറ്റീവ് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് കർവാണ്. ഓക്കെ, നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അത് നെഗറ്റീവ് കർവാണ്. ഓക്കെ, ഇതാണ് യൂണിഫോം പൊസിഷൻ ഡയഗ്രാഫിന്റെ മൂന്ന് കർവ്. ഒന്ന് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്, ദെൻ യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി, യൂണിഫോം മോഷൻ നെഗറ്റീവ് വെലോസിറ്റി. ഓക്കെ, ഇതാണ് ആ മൂന്ന് കർവുകൾ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചു. പോസിറ്റീവ് വെലോസിറ്റി ഇല്ലേ, അതില് സ്ട്രൈറ്റ് ആയിട്ടല്ലേ വരക്കേണ്ടത്? അതിൽ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണം. അതിൽ നമുക്ക് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, അതായത് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇത് സീറോ ആണെങ്കിൽ സീറോയിൽ നിന്ന് തുടങ്ങാം. നെഗറ്റീവ് ഒരിക്കലും നമ്മൾ എവിടെ നിന്ന് തുടങ്ങരുത്? സീറോ തുടങ്ങരുത്, മുകളിൽ നിന്ന് താഴേക്കാണ് വരിക. പക്ഷെ സീറോയിൽ തട്ടിക്കണം നിർബന്ധമല്ല. കാരണം നമുക്ക് 0 മീറ്റർ ആവും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പോസിറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം? സീറോയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നെഗറ്റീവ് ഒരിക്കലും സീറോയിൽ അവസാനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ എപ്പോഴും സാധിക്കില്ല. അതുകൊണ്ടാണ് അവിടെ ടച്ച് ചെയ്ത് വരയ്ക്കാത്തത്. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. പൊസിഷൻ ഡയഗ്രാഫ് ഇത് കൃത്യമായിട്ട് മൂന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. റെസ്റ്റിൽ എന്താണ് വരിക, അതുപോലെ പോസിറ്റീവ് വെലോസിറ്റിക്ക് എന്താണ് വരിക, നെഗറ്റീവ് വെലോസിറ്റിക്ക് എന്താണ് വരിക എന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. കാരണം ഫൈനൽ എക്സാമിന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ്, ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റിലെയും ഒബ്ജക്റ്റ് അറ്റ് മോഷന്റെയും പൊസിഷൻ ഡയഗ്രാഫ് വരയ്ക്കുക. 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കാറുണ്ട്. വളരെ എളുപ്പമാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കോർഡിനേറ്റ് വരച്ചിട്ട് വരച്ചു വെച്ചാൽ മതി. 3 മാർക്ക് പുഷ്പം പോലെ കിട്ടും അവിടെ. ഓക്കെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒബ്ജക്റ്റ് ഇൻ മോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഷന്റെ കർവ് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, ഇങ്ങനത്തെ കർവ് വരയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ ആക്സലറേഷൻ ഡയഗ്രാഫ് പഠിക്കുമ്പോൾ അവിടെ ഒരു കർവ് പഠിക്കുന്നുണ്ട്. ആക്സലറേഷൻ ടൈമിന്റെ സമയത്തുള്ള ഒരു പൊസിഷൻ ഡയഗ്രാഫ് പഠിക്കുന്നുണ്ട്. അവിടെ ഉള്ളതും വേണമെങ്കിൽ വരയ്ക്കാം. ഏത് വരച്ചാലും അവിടെ എന്താ ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, നിങ്ങൾ എഴുതി വെച്ചാൽ മതി. യൂണിഫോം മോഷൻ ആണെങ്കിൽ യൂണിഫോം എഴുതി വെക്കണം എന്നുള്ളൂ. നോൺ യൂണിഫോം ആണെങ്കിൽ നോൺ യൂണിഫോം സൈഡിൽ എഴുതി വെക്കുക. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ ആയിരിക്കും. അതായത് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാം. അടുത്തത് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞു, നമ്മൾ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആക്സിലറേഷൻ എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ടേം ഇൻ കൈനമാറ്റിക്സ് ഈസ് നൺ അതർ ദാൻ അവർ ആക്സിലറേഷൻ. ഓക്കെ, സ്പെല്ലിംഗ് ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ACCELERATION. ഓക്കെ, ഇനി ഇതിന്റെ മലയാളം അറിയേണ്ടവർക്ക് വേണമെങ്കിൽ സൈഡിൽ എഴുതി വെക്കാം. ത്വരണം എന്നാണ്. ഓക്കെ, വെലോസിറ്റിനെ നമ്മൾ പ്രവേഗം എന്ന് വിളിക്കുന്ന പോലെ ആക്സിലറേഷന്റെ മലയാളം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവർക്ക് ത്വരണം എന്ന് പറയുന്ന വേർഡ് ആയിരിക്കും കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ത്വരണം എന്നുള്ളതിന് പകരം ആക്സിലറേഷൻ എന്നുള്ള വേർഡ് എന്ത് ചെയ്യുക?
ഓർത്ത് വെക്കുക. ത്വരണമാണ് ആക്സലറേഷൻ എന്ന് മനസ്സിലാക്കുക. ദെൻ ഇനി നിങ്ങൾ പഠിച്ചു വെക്കുന്ന ടേം എന്താണ്? ആക്സലറേഷൻ എന്നുള്ള ടേം ആയിരിക്കണം. ഓക്കെ, എങ്ങനെ ആക്സലറേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ആക്സലറേഷനെ നമ്മൾ സാധാരണയായിട്ട് ഇക്വേഷൻ ആയിട്ട് പറയുമ്പോൾ ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ, ഒറ്റ ലൈനായിട്ട് തന്നെ എഴുതാട്ടെ, ഞാനിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് താഴേക്ക് എഴുതുന്നുള്ളൂ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ താഴെ ടൈം. ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ ടൈം ടേക്കൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ഇൻവേർഡ്സ് എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആക്സിലറേഷൻ ഈസ് ദ rate of change of velocity of an object, rate of change of velocity of an object with time. Okay, ടൈമുമായിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് അർത്ഥം. ഓക്കെ, ടൈമുമായിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്സിലറേഷൻ എന്ന് വിളിക്കുക. ആക്സിലറേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എന്താ? എ എന്നാണ്. സോ എ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്റെ ഫൈനൽ വെലോസിറ്റി വി ആണ്, എന്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ ഞാൻ അതിനെ വി മൈനസ് യു ബൈ ടി എന്ന് വിളിക്കും. ഓക്കെ, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ആക്സിലറേഷൻ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, ആക്സിലറേഷനെ എ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. വിയും യുവും വെലോസിറ്റികളാണ്. വി എന്റെ ഫൈനൽ വെലോസിറ്റി ആണെങ്കിൽ എഴുതി വെക്കാം, വി ഫൈനൽ വെലോസിറ്റി. ഓക്കെ, യു എന്താ? യു എന്റെ ഇനീഷ്യൽ വെലോസിറ്റി. യു എന്റെ ഇനീഷ്യൽ, INITIAL, ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, അപ്പോ അവസാനത്തെ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി വി ആണ്. ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഞാൻ അവസാനത്തെ ആദ്യത്തെ കുറച്ചാൽ എനിക്ക് ചേഞ്ച് കിട്ടും, അവിടെ ഉണ്ടായ വ്യത്യാസം കിട്ടും, അതാണ് വി മൈനസ് യു. ഇനി ഡിവൈഡ് ബൈ ടി, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് പറയുന്നത്. അപ്പൊ ഡിവൈഡ് ബൈ ടൈം ടി ചെയ്യണം. അതായത് യുവിൽ നിന്ന് വി ആവാൻ വേണ്ടി എടുത്ത സമയം, വെലോസിറ്റി യുവിൽ നിന്ന് വി ആവാൻ വേണ്ടി എടുത്ത സമയമാണ് ടി. അപ്പൊ വി മൈനസ് യു ബൈ ടി എടുക്കുക, എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ ആക്സിലറേഷൻ. നിങ്ങൾക്ക് അവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലഭിക്കും. ഓക്കെ, സോ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ടി എന്ന് പറഞ്ഞാൽ ടൈം. ഓക്കെ, ഇതാണ് ആക്സിലറേഷന്റെ ഡെഫിനിഷൻ, അതേപോലെ തന്നെ ഇക്വേഷൻ. ഇത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി യൂണിഫോം മോഷനിൽ മാത്രമല്ലേ പറ്റുള്ളൂ? ആക്സിലറേഷൻ യൂണിഫോം മോഷനിൽ മാത്രമാണോ കിട്ടുക? അല്ലല്ല, ഏത് മോഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ബട്ട് യൂണിഫോം മോഷനിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, രണ്ട് കൺസെപ്റ്റുകൾ പറഞ്ഞുതരാം. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ഉള്ള കൺസെപ്റ്റ് ഉണ്ട്. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്സിലറേഷൻ 0 ആയിരിക്കും. കാരണം എന്താ? വെലോസിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ മാത്രമേ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ഈക്വൽ ടു സംതിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നില്ലെങ്കിലോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായി? 0 ആയി. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്താവും? അതും 0 ആവും. അങ്ങനെയാണ് ആക്സിലറേഷൻ 0 ആവുന്നത്. യൂണിഫോം മോഷൻ ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ 0. ഇനി യൂണിഫോം വെലോസിറ്റിയുടെ കൺസെപ്റ്റ് ഉണ്ട്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് യൂണിഫോം റേറ്റിലാണ് കൂടുന്നത്. ഓക്കെ, യൂണിഫോം മോഷൻ പോലെ തന്നെ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം റേറ്റിൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ ടൈമിലും എടുക്കുന്ന വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റിയുടെ ചേഞ്ച് എന്തായിരിക്കും? ചേഞ്ച് സെയിം ആയിരിക്കും. വെലോസിറ്റി സെയിം അല്ല, വെലോസിറ്റിയുടെ ചേഞ്ച് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അതായത് ഞാനിപ്പോ പറയാണ്, ആദ്യത്തെ 2 സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, പിന്നത്തെ 2 സെക്കൻഡിൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി, പിന്നത്തെ സെക്കൻഡിൽ 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് എപ്പോഴും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എടുത്താൽ എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുള്ളൂ. അതാണ് എന്റെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ കൺസെപ്റ്റ്. ഓക്കെ, അത് യൂണിഫോം വെലോസിറ്റികൾക്ക് മാത്രമേ നടക്കുള്ളൂ. ഇനി ഇതൊന്നും അല്ലാത്തൊരു മോഷൻ ഉണ്ട്, നോൺ യൂണിഫോം മോഷൻ.
ആ ടൈമിൽ എന്ത് മാറും? ആ ബോഡി ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ബോഡി അതിന്റെ ആക്സിലറേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്നൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ആക്സിലറേറ്റർ പെഡൽ ചവിട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ സ്പീഡ് ഒരു ക്രമേണ ഇല്ലാത്ത രീതിയിൽ, അതായത് എന്താ പറയാ, ഒരു ക്രമമില്ലാത്ത രീതിയിൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഗ്രാജുവൽ ഇൻക്രീസ് ഒന്നല്ല. ചിലപ്പോൾ ഒറ്റയടിക്ക് ഇൻക്രീസ് ആവും, ഒറ്റയടിക്ക് ഡിക്രീസ് ആവും. അല്ലെ, ഞാൻ പെഡൽ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റയടിക്ക് ഡിക്രീസ് ആവും ബ്രേക്ക് അമർത്തി കഴിഞ്ഞാൽ. അതുപോലെ ആക്സിലറേറ്റർ പെഡൽ ഒറ്റ അമർത്തിന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ലൈക്ക് ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ വെലോസിറ്റി ഒറ്റയടിക്ക് കൂടും. ഓക്കെ, ആ ഒറ്റയടിക്ക് കൂടുന്നൊക്കെ ഒരു നോൺ യൂണിഫോം കേസ് ആണ്. ആ സമയത്ത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാല്യൂ ചേഞ്ച് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ, അവിടെ മനസ്സിലാക്കേണ്ടത് യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് വെലോസിറ്റി സെയിം ആവുന്ന കേസ്, കോൺസ്റ്റന്റ് ആവുന്ന കേസ് ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ 0 ആണ്. രണ്ടാമത്തെ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ചേഞ്ച് സെയിം ആവുന്ന സമയത്ത് അവിടെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. മൂന്നാമത്തെ കേസ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ആക്സിലറേഷൻ ചേഞ്ചിങ് ആണ്. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് ക്ലിയർ ആയോ? ഞാൻ പറയും, അത് വരുന്ന അതായത് ഇനി നമ്മൾ എടുത്തുകൊണ്ടിരിക്കും, നമ്മൾ പറയും വഴിയെ നമ്മൾ അത് എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ആയോ? എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലായോ? ഓക്കെ, ദെൻ ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. അതാണ് നമ്മൾ എന്ത് പറഞ്ഞു? അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഇനി ഓൾറെഡി ഏത് ടേം പഠിച്ചാലും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ്? അതേപോലെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? ഇത് നിങ്ങൾ പറയണം. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ സ്ഥിതിക്ക് ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടണം. യൂണിറ്റ് എന്തായിരിക്കും? ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? ആലോചിക്കേ, ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ടൈമിന്റെ യൂണിറ്റ് എന്താണെന്ന് ആലോചിക്കുക. ജസ്റ്റ് റേഷ്യോ എടുത്താൽ മതി, കിട്ടും. LT minus 2 dimension. second square. Okay, dimensional formula LT raised to minus 2. LT raised to minus 2. Okay, good. Then unit എന്തായിരിക്കും? Meter per second. Meter per second square. Meter Okay. per second square. Yes, meter per second square. കിട്ടിയല്ലോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വീണ്ടും ഒരു ടൈം വരുമ്പോൾ ഡിവൈഡ് ബൈ സെക്കൻഡ്. അടിയിൽ 2 സെക്കൻഡ് ഉണ്ട്, അപ്പൊ മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ എന്ന് പറഞ്ഞാൽ L ആണ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ടി സ്ക്വയർ. അപ്പൊ എന്തായി മാറി? LT raised to minus 2 ആയി അതിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഇങ്ങനെയാണ് നിങ്ങൾ ഓരോന്നിന്റെയും ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ഒരൊറ്റ ക്വാണ്ടിറ്റിയുടെ പോലും ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യരുത്? ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കരുത്. യു ഹാവ് ടു ഡിറൈവ് ഇറ്റ് ഫ്രം സ്ക്രാച്ച്. സ്ക്രാച്ചിൽ നിന്ന് നിങ്ങൾ ഡിറൈവ് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാതെ നിങ്ങൾ എങ്ങനെ പഠിച്ചാലും അത് അവസാനെത്തുമ്പോൾ മറന്നുപോകും. ഓക്കെ, അപ്പോ ഒരിക്കലും എന്ത് ചെയ്യാൻ നിൽക്കരുത്? ഇതിനെ ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. ഓക്കെ, നിങ്ങൾക്ക് ഇക്വേഷൻ അറിയുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ എന്തുണ്ടാവില്ല? ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ ടേംസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പൊ വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റിനെ എനിക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ്. അപ്പൊ വെലോസിറ്റി ഈക്വൽ ടു ലെങ്ത് ബൈ ടൈം, LT raised to minus 1. വീണ്ടും ഡിവൈഡ് ബൈ ടി ചെയ്താൽ ആക്സലറേഷൻ ആവും. അപ്പൊ എന്തായി മാറി? LT raised to minus 2. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഓരോന്നിന്റെയും ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുന്നത്. ഡയമെൻഷണൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ യൂണിറ്റും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. യൂണിറ്റും അതേപോലെ തന്നെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റും കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം. അതിന്റെ യൂണിറ്റ്, അതിന്റെ ഡയമെൻഷണൽ ഫോർമുല, ഇക്വേഷൻ, 3 നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇനി നേരത്തെ പഠിച്ച പോലെ തന്നെ വെലോസിറ്റി 2 പഠിച്ച പോലെ തന്നെ ആക്സിലറേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 2 കാര്യങ്ങൾ ആക്സിലറേഷനിൽ പഠിക്കാനുണ്ട്. ഒന്ന് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ, ഒന്ന് ആവറേജ് ആക്സിലറേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ആവറേജ് ആക്സിലറേഷനെ കുറിച്ച് പഠിക്കാം. ആവറേജ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് പഠിക്കുക? ഇൻസ്റ്റന്റേനിയസ് പഠിക്കുക. സോ ആവറേജ് ആക്സിലറേഷൻ ആൻഡ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷനെ എ ബാർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ആവറേജ് ആക്സിലറേഷനെ എ ബാർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ആവറേജ് ആക്സിലറേഷൻ a bar over time interval is defined as over a time interval
over a time interval is defined as the change of velocity divided by as the change of velocity divided by the time interval. Change of velocity divided by the time interval. അതായത് ഒരു ടൈം ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന ആവറേജ് ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതിന്റെ വെലോസിറ്റിയുടെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവെൽ. അതിന്റെ വെലോസിറ്റിയുടെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവെൽ. ഒരു വലിയ ടൈം ഇന്റർവെൽ ആണ്. ഇപ്പൊ 0 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ വെലോസിറ്റിക്ക് ഉണ്ടായ മാറ്റമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊരു ആവറേജ് ആക്സിലറേഷൻ ആണ് അവിടെ നമുക്ക് കിട്ടുക. അല്ലാതെ ഒരു ഇൻസ്റ്റന്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയ നിമിഷത്തുള്ളതല്ല. ഓക്കെ, ഒരു വലിയൊരു ജേണി. അപ്പൊ നിങ്ങൾ എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കുകയാണ് കാറിലെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കൊക്കെ പോവുകയാണ്. ആ ടൈമില് നിങ്ങളുടെ വണ്ടിക്ക് സംഭവിക്കുന്ന വെലോസിറ്റിയുടെ ചേഞ്ചുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുന്നു. ഓക്കെ, ഓരോ 5 മിനിറ്റ് പിന്നിടുമ്പോഴും അല്ലെങ്കിൽ ഓരോ സമയം പിന്നിടുമ്പോഴും നിങ്ങൾ അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റിയുടെ ചേഞ്ചുകളെല്ലാം നോട്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ ആ വീട്ടിലേക്ക് എത്തുന്നതെങ്കിൽ ആ സമയത്ത് മൊത്തമായിട്ടുണ്ടായ വെലോസിറ്റി ചേഞ്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും, ഡിവൈഡ് ബൈ മൊത്തം സമയം 1 മണിക്കൂർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അവിടുത്തെ എന്ത് ആവറേജ് ആക്സിലറേഷൻ ഓഫ് ദ ജേർണി, അല്ലെങ്കിൽ ആ ഒരു യാത്രയുടെ ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോ സെക്കൻഡിലും കാൽക്കുലേറ്റ് ചെയ്യുന്ന വെലോസിറ്റി ബൈ ടൈം എടുത്താൽ മതി. ഓരോ ഇൻസ്റ്റന്റിലും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെലോസിറ്റി ബൈ ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടുത്തെ കറസ്പോണ്ടിങ് ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, ഈ കാർ ഓടിക്കുന്ന കേസിൽ നമുക്ക് പറയാവുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ മോഷൻ അല്ലാത്തതുകൊണ്ട് അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും എന്താവില്ല? തുല്യമാവില്ല, അല്ലെങ്കിൽ സെയിം ആവില്ല എന്ന് നമുക്ക് അവിടെ പറയാം. പക്ഷെ ബാക്കിയുള്ള സ്ട്രേറ്റ് ലൈൻ മോഷന്റെ കേസുകൾ നോക്കുകയാണെങ്കിൽ ആവറേജ് ആക്സിലറേഷനും അതേപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ആ കാര്യം നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കും. സോ മനസ്സിലാക്കുക, ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ചേഞ്ച് ഓഫ് ഇൻ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു ദ ടൈം ഇന്റർവെൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ദ ടൈം ഇന്റർവെൽ. ആ ഒരു വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കാനെടുത്ത് മൊത്തം ടൈമിനെ കൊണ്ട് എന്ത് ചെയ്യുക? വെലോസിറ്റിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഇനി ഇതിന്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ആവറേജ് ആക്സിലറേഷൻ എ ബാർ ഇസ് ഈക്വൽ ടു ആവറേജ് acceleration a bar is equal to v2 minus v1 divided by t2 minus t1, okay, which is equal to delta v divided by delta t. Change ne nammal engane represent cheya? Delta based aanu. So average acceleration a bar a bar is equal to v2 minus v1 divided by t2 minus t1 equal to delta v by delta t. Okay, v2 minus v1 divided by t2 minus t1 equal to delta v by delta t. Okay, change in velocity delta v, change in time, അതായത് ടൈം ഇന്റർവെൽ delta t. Okay, ഇനി അടുത്ത ടേം ആണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പഠിച്ച പോലെ തന്നെ അടുത്ത ടേം എന്താ? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആണ്. അതിനെ എ എന്ന് വിളിക്കും. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. Instantaneous acceleration, INSTANT ANEOUS, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഓക്കെ, ഇതെന്താ? ആവറേജ് ആക്സിലറേഷൻ ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ ആണ്. ഓക്കെ, നമ്മൾ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ limit of average acceleration is defined as the limit of average acceleration as the time interval delta t becomes infinitesimally small. Okay, നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഡിഫൈൻ ചെയ്ത അതേ കണ്ടീഷൻ അല്ലെങ്കിൽ അതേ സെന്റൻസ് തന്നെ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ലിമിറ്റ് ഓഫ് ആവറേജ് ആക്സിലറേഷൻ ആസ് എ ടൈം ഇന്റർവൽ ഡെൽറ്റ ടി ബിക്കംസ് ഇൻഫിനിറ്റസിമലി സ്മോൾ. അതായത് ആവറേജ് ആക്സിലറേഷന്റെ ലിമിറ്റിംഗ് കണ്ടീഷൻ തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. എന്താ കണ്ടീഷൻ പറയുന്നത്? ലിമിറ്റ് വരാനുള്ള കണ്ടീഷൻ എന്താ?
ടൈമിനെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ടൈം ഇന്റർവെല് വളരെ സ്മോൾ ആണ്. ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഇന്റർവെല് ടെൻസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താ, അത് സീറോയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ സീറോന്റെ അടുത്തേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അത്രയും മൈന്യൂട്ട് ആയിട്ട് അത്രയും ചെറുതായിട്ട് പോകുന്നു. അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റിസിമലി സ്മോൾ എന്ന് വിളിക്കുന്നത്. സോ ഇതിനെ എനിക്ക് ഇക്വേഷൻ വൈസ് എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓക്കെ, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ മറ്റൊരു ഫോം ആക്കിയിട്ട് എഴുതാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്ത് ഫോമാ? V2 minus V1. അല്ല, V2 minus V1 by T2 minus T1 നോർമൽ ആവറേജ് ആക്സിലറേഷന്റെ ടേം ആണ്. ഈ ലിമിറ്റിംഗ് കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. Delta dx by dt. യെസ്, ഡി ബൈ ഡി ടി ഫോം. ഡി ബൈ ഡി ടി ഫോം, വെരി ഗുഡ്. ഡിഫറൻഷ്യൽ, ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയും. ഇവിടെ ഡി എക്സ് ബൈ ഡി ടി അല്ല വരിക, ഡി ബൈ ഡി ടി ഓഫ് വേറൊരു സാധനം വരിക. എന്തായിരിക്കും ക്വാണ്ടിറ്റി? നോക്കൂ, ഡി വി ബൈ ഡി ടി. വെരി ഗുഡ്, ഡി വി ബൈ ഡി ടി. കാരണം എന്താ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി വെലോസിറ്റിയുടെ ചേഞ്ച് ബൈ ടൈം ചേഞ്ച് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഡി ബൈ ഡി ടിയിൽ ഓൾറെഡി ടൈം താഴെ കിടക്കുന്നുണ്ട്, മുകളിൽ ആര് വരണം? വെലോസിറ്റി വരണം. സോ എന്തായി മാറി? ഡി വി ബൈ ഡി ടി. അപ്പൊ എപ്പോഴും എവിടെ നിങ്ങൾ കണ്ടാലും മനസ്സിലാക്കുക, ലിമിറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതാം. നിങ്ങൾ മാത്സിൽ 12th ചാപ്റ്റർ പഠിക്കും, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കും. ഓക്കെ, അതായത് ലിമിറ്റിംഗ് കണ്ടീഷൻ തന്നെയാണ് ഡെറിവേറ്റീവ് എന്നുള്ളത് നിങ്ങൾ അപ്പോൾ പഠിക്കും. ഓക്കെ, ഒന്നും കൂടി ഡീപ്പായിട്ട്. പക്ഷെ ഫിസിക്സിൽ നിങ്ങൾ 3rd ചാപ്റ്ററിൽ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം കൂടി പറയാം. ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്ന കുറെ കാര്യങ്ങളും അതുപോലെ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് +1 +2 ഹയർ മാത്സ് കൺസെപ്റ്റ്സ് ആവശ്യമാണ്. ഓക്കെ, +1 പഠിക്കുന്ന കുറച്ച് മാത്സിന്റെ കൺസെപ്റ്റും +2 പഠിക്കുന്ന കുറച്ച് മാത്സിന്റെ കൺസെപ്റ്റും ആവശ്യമാണ്. പക്ഷെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയില്ലെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ടൈമിൽ പറഞ്ഞുതരാം. കാരണം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ എങ്കിലും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ അതിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു തരും. ഇപ്പൊ ഞാനിവിടെ ലിമിറ്റിംഗ് കണ്ടീഷൻ പറഞ്ഞ പോലെ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും, +2 പഠിക്കുക ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ബേസിക് ഐഡിയ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്നുണ്ട്. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ എങ്ങനെയാ കിട്ടുന്നതെന്ന് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, സോ ലിമിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ടൈം, അതായത് വളരെ ചെറിയ ടൈം ആകുമ്പോൾ ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ആകുമ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റീനെ എഴുതാൻ പറ്റും. അതാണ് ലിമിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ലിമിറ്റിംഗ് കണ്ടീഷൻ എല്ലാം ഡെറിവേറ്റീവ് ഫോം ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ടൈമിൽ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റി, അതാണ് ഡി ബൈ ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ ടൈമിന്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടൈമിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. അതാണ് നമ്മുടെ ലിമിറ്റിംഗ് കണ്ടീഷൻ. അപ്പൊ ആവറേജ് ആക്സിലറേഷന്റെ ലിമിറ്റിംഗ് കണ്ടീഷൻ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആണ്. ജസ്റ്റ് ലൈക്ക് ദ ലിമിറ്റിംഗ് കണ്ടീഷൻ ഓഫ് ആവറേജ് വെലോസിറ്റി ഈസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിയുടെ ലിമിറ്റിംഗ് കണ്ടീഷൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയ പോലെ ആവറേജ് ആക്സിലറേഷന്റെ ലിമിറ്റിംഗ് കണ്ടീഷൻ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആണ്. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ലിമിറ്റ് ഓഫ് ആവറേജ് ആക്സിലറേഷൻ when the time interval delta t becomes infinitesimally small. ടൈം ഇന്റർവൽ delta t infinitesimally small ആവുമ്പോൾ അവിടുത്തെ ആവറേജ് ആക്സിലറേഷന്റെ ഒരു ലിമിറ്റിംഗ് കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആക്സിലറേഷനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം, എന്താണ് ഒരു യൂണിഫോം ആക്സിലറേഷൻ മോഷൻ എന്ന് നോക്കാം. യൂണിഫോം ആക്സിലറേഷൻ മോഷൻ, ഇവിടെ നമ്മൾ പറഞ്ഞത് മുന്നൊക്കെ പറഞ്ഞ കേസുകൾ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ കേസുകളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂണിഫോം ആക്സിലറേഷൻ മോഷൻ ആണ്. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ മോഷൻ. അപ്പോ ഹെഡിങ് കൊടുക്കുക, യൂണിഫോം ആക്സിലറേഷൻ അല്ലെങ്കിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. സാധാരണ എല്ലാവരും തെറ്റ് പഠിച്ചു വെക്കാറുള്ളത് യൂണിഫോം മോഷനും യൂണിഫോം ആക്സിലറേഷൻ മോഷനും സെയിം ആണെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, യൂണിഫോം മോഷനും യൂണിഫോം ആക്സിലറേഷൻ മോഷനും സെയിം ആണെന്ന് പറഞ്ഞ് പഠിച്ചു വെക്കാറുണ്ട്. പക്ഷെ രണ്ടും സെയിം അല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. കാരണം യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആക്സിലറേഷൻ 0 ആണ്. കാരണം എന്താ? അവിടുത്തെ വെലോസിറ്റി ആണ് കോൺസ്റ്റന്റ്, വെലോസിറ്റി ആണ് യൂണിഫോം. ഓക്കെ, ഇനി യൂണിഫോം ആക്സിലറേഷൻ മോഷൻ എന്ന് പറഞ്ഞാലോ
അവിടെ ആക്സിലറേഷൻ ആണ് കോൺസ്റ്റന്റ്, വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് യൂണിഫോം ആക്സിലറേഷൻ മോഷൻ. ആ രണ്ട് പേരുകളും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റൂ. അതൊരിക്കലും മാറിപ്പോരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ എല്ലാം ചേഞ്ച് ആവും. അതായത് എല്ലാം കഴിഞ്ഞു. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ. യൂണിഫോം ആക്സിലറേഷൻ മോഷൻ എന്ന് പറഞ്ഞാലോ ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ. യൂണിഫോം ആക്സിലറേഷൻ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് പറയാം, ഇഫ് ദ വെലോസിറ്റി ചേഞ്ചസ്, ഇങ്ങനെ തന്നെ അതിനെ ഡിഫൈൻ ചെയ്യാം. The velocity changes by equal amounts in equal interval of time. Equal interval of time il equal amount ആയിട്ട് velocity change ചെയ്യുന്നെങ്കിൽ it is called എന്താ വിളിക്കുക? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ മോഷൻ. ഓക്കെ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആ. ചേഞ്ച് ചെയ്യുന്ന ആരാ? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം അല്ലെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അത് യൂണിഫോം മോഷൻ. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അപ്പൊ എന്തായിരിക്കും? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെയാണെങ്കിലോ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് ഈക്വൽ എമൗണ്ട് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അതായത് വെലോസിറ്റി ചേഞ്ച് ഇസ് സെയിം ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. എല്ലാ ടൈമിലും അല്ലെങ്കിൽ എല്ലാ ഇന്റർവെൽസിലും വെലോസിറ്റി ചേഞ്ച് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ എന്തായി? കോൺസ്റ്റന്റ് ആയി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കുക. ഓക്കെ. അപ്പൊ ആ ഡിഫറൻസ് എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കണം. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റും, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റും ആണ്. അതായത് ആക്സിലറേഷൻ യൂണിഫോം ആണ്. ഓക്കെ. ആ കേസിൽ എന്തുണ്ടാവാൻ പാടില്ല? ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അത് രണ്ടും രണ്ടാണ്. ഓക്കെ. അതായത് രണ്ടും രണ്ട് കൺസെപ്റ്റ് ആണെന്നുള്ളത് എന്തായാലും എന്ത് ചെയ്യുക? ക്ലിയർ ആക്കിയിട്ട് വെക്കുക. ഓക്കെ. ഇനി ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഫ്രീലി ഫാളിംഗ് ബോഡി. എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഫ്രീ ഫാളിനെ കുറിച്ച് നമ്മൾ പഠിക്കും, ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. ആസ് എ യൂണിഫോം ആക്സലറേഷൻ ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ താഴേക്ക് തന്നെ വീഴുന്ന ഒരു ബോഡി. ഓക്കെ. അതിന്റെ ആക്സലറേഷൻ എന്തായിരിക്കും? പറയാമോ? പഠിച്ചിട്ടുണ്ടോ മുന്നേ? ഫ്രീലി ഫാളിംഗ് ബോഡി അതായത് ഭൂമിയിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു. ഞാൻ മുകളിൽ നിന്നൊരു വസ്തു തന്നെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും? താഴെ ഒന്ന് പതിക്കും. അത് മുകളിലേക്ക് പോവില്ല, താഴെ ഒന്ന് പതിക്കും. ഓക്കെ. ഗ്രാവിറ്റേഷൻ കാരണം അല്ലെ, ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം. അങ്ങനെയാണെങ്കിൽ അത് വന്ന് പതിക്കുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. എന്താ വാല്യൂ? 0. നോ, 0 ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഇല്ലല്ലോ. ഞാൻ പിന്നെ ആക്സിലറേഷൻ പറയേണ്ട ആവശ്യമില്ല. താഴേക്ക് വന്ന് പതിക്കുന്നതിന് ഭൂമിയുടെ മൂലം ഒരു എന്തുണ്ടായിരിക്കും? ത്വരണം ഉണ്ടായിരിക്കും. ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എത്ര അതിന്റെ വാല്യൂ ഓർമ്മ ഉണ്ടോ? പോയിന്റ് ഒക്കെ ഇട്ടിട്ടുള്ള പോയിന്റ് ഇട്ടുള്ള വാല്യൂ ആണ്, ഡെസിമൽ വാല്യൂ ആണ്. എന്തായിരിക്കും അത്? 9. യെസ്, പറഞ്ഞോ. 9.8. വെരി ഗുഡ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ ഈ വസ്തുവിനെ എങ്ങനെ ഇട്ടാലും അതിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതിനർത്ഥം എന്താ? ആ ബോഡി യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ബോഡി യൂണിഫോം ആയിട്ടാണ് ആക്സലറേറ്റ് ചെയ്യുന്നത്. അഥവാ അതിന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. അതിന്റെ വെലോസിറ്റിക്ക് സംഭവിക്കുന്ന ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താവില്ല? എപ്പോഴും സെയിം ആവില്ല. അതായത് വെലോസിറ്റി എപ്പോഴും സെയിം ആവണമെന്നില്ല, വെലോസിറ്റിയുടെ ചേഞ്ചേ എപ്പോഴും എന്താവുള്ളൂ? സെയിം ആവുള്ളൂ. അതുകൊണ്ട് ഇതൊരു യൂണിഫോം മോഷൻ അല്ല, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഓക്കെ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരു ബസ് ഈക്വൽ സമയങ്ങളിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അതിനെ എനിക്ക് യൂണിഫോം മോഷൻ എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ ഈക്വൽ ടൈമില് ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. സെയിം വെലോസിറ്റിയുടെ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവിടുത്തെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ ആണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. അപ്പൊ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഓഫ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ
Hence we call such a motion as a uniformly accelerated motion. അത്തരത്തിലുള്ള മോഷനുകളെ നമ്മൾ എന്താ വിളിക്കുക? യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യുന്ന മോഷൻ എന്ന് വിളിക്കും. കാരണം ഏത് ടൈം എടുത്താലും അവിടുത്തെ വെലോസിറ്റിയുടെ ചേഞ്ച്, വെലോസിറ്റിയുടെ ചേഞ്ച് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് നോൺ ആസ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ പേരിലുണ്ടല്ലോ, യൂണിഫോം ആക്സിലറേഷൻ അഥവാ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് എന്താവണം? സെയിം ആവണം. ഓക്കെ, ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിട്ട് തന്നെ, ലിങ്ക് ചെയ്തിട്ട് തന്നെ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി യൂണിഫോം. ഓക്കെ, സെയിം വെലോസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ യൂണിഫോം അഥവാ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ? അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ ആണ്. യൂണിഫോം മോഷനിൽ വെലോസിറ്റി അല്ലേ കോൺസ്റ്റന്റ്? യൂണിഫോം മോഷനിൽ വെലോസിറ്റി ആണ് കോൺസ്റ്റന്റ്. അതായത് വെലോസിറ്റി യൂണിഫോം എന്ന് പറഞ്ഞാലും മതി, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞതിന് പകരം യൂണിഫോം എന്ന് പറഞ്ഞാലും മതി. അതായത് ഒരേപോലെ. ഓക്കെ, കാരണം ഫിസിക്സിൽ നമ്മൾ പറയുന്ന ടേം യൂണിഫോം എന്നാണ്. അതുപോലെ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ, ആ പേര് തന്നെ ശ്രദ്ധിച്ചാൽ മതി. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ, അതിന്റെ അർത്ഥം എന്താ? ആക്സിലറേഷൻ യൂണിഫോം ആണ്. ഓക്കെ, യൂണിഫോം മോഷനിലെ വെലോസിറ്റി യൂണിഫോം ആണ്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിൽ ആക്സിലറേഷൻ യൂണിഫോം ആണ്. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് ആണ് പറഞ്ഞാൽ ഒന്നാ? യൂണിഫോം എന്ന് പറഞ്ഞാലും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാലും ഒന്നാണ്. ഓക്കെ, അതായത് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കോൺസ്റ്റന്റ് ആവുന്ന ടേം എന്താണെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി, അതിനർത്ഥം എന്താ? വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. Then യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് അഥവാ ആക്സിലറേഷൻ ഈസ് യൂണിഫോം, അങ്ങനെ പറയാം. ഓക്കെ, ഇനി രണ്ട് ഗ്രാഫുകളും കൂടി പഠിക്കാനുണ്ട്. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്, ഒന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ പഠിച്ചു, അത് യൂണിഫോം മോഷന്റെ പഠിച്ചത്. ഇനി ഫോർ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ പഠിക്കണം. ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അതാ പറഞ്ഞത്, ഗ്രാഫുകൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം പഠിക്കുക. വെറുതെ പൊസിഷൻ ടൈം ഗ്രാഫ് പഠിക്കില്ല. യൂണിഫോം മോഷന്റെ സെറ്റ് ഓഫ് പൊസിഷൻ ഗ്രാഫ് നമ്മൾ പഠിച്ചു അല്ലെ? ആകെ ഒരു സെറ്റേ പഠിച്ചുള്ളൂ, അത് യൂണിഫോം മോഷനാണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ളതാ. ഏതാ? റെസ്റ്റിൽ പഠിച്ചു, പോസിറ്റീവ് വെലോസിറ്റി പഠിച്ചു, നെഗറ്റീവ് വെലോസിറ്റി പഠിച്ചു. 3 ഗ്രാഫുകൾ. അതൊരു സെറ്റാണ്. എന്തിന്റെ? യൂണിഫോം മോഷന്റെ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന സെറ്റ് 3 ഗ്രാഫുകൾ ഉണ്ട് ഇതേപോലെ. അതെന്തിന്റെയാ? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ ആണ്. ഓക്കെ, ആ കേസുകള് ഞാൻ ഫസ്റ്റ് കേസ് എഴുതുന്നു. യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ വാല്യൂ എന്താ? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഗ്രാഫ് എങ്ങനെ വരിക? അതിന്റെ ഗ്രാഫ് എങ്ങനെ വരിക? ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് ടി. പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ അല്ല, അതെന്താണ്? കർവ് തന്നെയാണ് കേട്ടോ. കർവ് ആക്കിയിട്ട് തന്നെ വരയ്ക്കുക. സ്റ്റാർട്ടിങ് ഫ്രം x0 ഒരു ഇനീഷ്യൽ പൊസിഷൻ ഉണ്ടാവും. ഓക്കെ, x0 ആൻഡ് ആക്സിലറേഷൻ പോസിറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണമെങ്കിൽ പോസിറ്റീവ് എ എന്ന് എഴുതി വെക്കാം. പോസിറ്റീവ്. ഓക്കെ, ഇതാണെന്ത്? യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ കർവ്. യെസ്, പറഞ്ഞു. ഡൗട്ട് ഉണ്ടോ? ഇല്ല. പോസിറ്റീവ് ആക്സിലറേഷൻ ആണത്. ഓക്കെ, പോസിറ്റീവ് ആക്സിലറേഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരയ്ക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ്, ഇത് ഫസ്റ്റ് കേസ് ആണ്. രണ്ടാമത്തെ കേസ് യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ. ഓക്കെ, സെക്കൻഡ് കേസ് യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ. ഓക്കെ, അതിന്റെ കർവ് എങ്ങനെ വരിക? അതിന്റെ കർവ് ഇതേപോലെ മുകളിൽ നിന്നല്ല തുടങ്ങുക, താഴെ തന്നെ, പക്ഷെ സ്ലോപ്പ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അതായത് സ്ലോപ്പ് നെഗറ്റീവ് ആവണമെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, സ്ലോപ്പ് നെഗറ്റീവ് ആവണമെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരയ്ക്കണം. നിങ്ങൾക്ക് ഇവിടെ മുട്ടിക്കാതെ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ടെക്സ്റ്റിൽ വേണമെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ഫിഗേഴ്സ് നിങ്ങൾ കാണും. ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഒന്ന് ഇങ്ങനെയും കാണിച്ചിട്ടുണ്ടാവും, ഒന്ന് ഇങ്ങനെയും കാണിച്ചിട്ടുണ്ടാവും. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. അതായത് പോസിറ്റീവിന് എനിക്ക് ഇങ്ങനെ കാണിക്കാം, ടെക്സ്റ്റിൽ അങ്ങനെ കാണിച്ചിട്ടുള്ളത്. നെഗറ്റീവിന് എനിക്ക് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ മുട്ടിച്ച് വരയ്ക്കാം, അതായത് ഈ വൈ ആക്സിന് മുട്ടിച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ അവിടെ മുട്ടിക്കാതെ വരയ്ക്കാം. എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് x0. ഈ പോയിന്റ് x0 ആണ്. ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ് എ. നെഗറ്റീവ് ആക്സലറേഷൻ, ദാറ്റ് ഈസ് നെഗറ്റീവ് എ. യൂണിഫോം നെഗറ്റീവ് ആക്സലറേഷൻ. നോക്കിയേ, സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞു വരുന്ന പോലെയാണ്. ഓക്കെ, ആ വാല്യൂ എന്ത് ചെയ്യുന്ന പോലെയാണ്? ആ കർവ് ഒന്ന് ഡിക്ലൈൻ ചെയ്ത് വരുന്ന പോലെയാണ് അതിന്റെ സ്ലോപ്പ് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് യൂണിഫോം നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറയുന്ന ആ ഒരു കർവ്. സാറ് നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോ മേലെന്ന് താഴേക്ക് വരക്കണ്ടല്ലേ? മേലെന്ന് ഇത് ഇല്ല, യഥാർത്ഥത്തില് ഇത് ഇങ്ങനെയാണ് ആ കർവ് വരിക. ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിൽ ആ കർവ് വരിക. ഓക്കെ, അതായത് യു ഷേപ്പ് ആണെങ്കിൽ പോസിറ്റീവും, ഇൻവേർട്ടഡ് യു ഉണ്ട്. ഇൻവേർട്ടഡ് യു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇത് നെഗറ്റീവ് ആണ്. ഓക്കെ, നമ്മൾ മോളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന കൺസെപ്റ്റ് എന്തിന്റെയാ? അത് യൂണിഫോം മോഷന്റെ കേസിലാണ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അല്ലാതെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ഇതാ കൺസെപ്റ്റ് ആവില്ല. ഓക്കെ, നമ്മൾ എന്താ വരയ്ക്കുക? നമ്മൾ അതിനെ ഇൻവേർട്ടഡ് യു ആക്കി വരയ്ക്കും, അതായത് തിരിച്ചു വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും. ഇതിന് നെഗറ്റീവ് സ്ലോപ്പ് എന്നാണ്. ഓക്കെ, സാധാ യു ആണെങ്കിലോ അതിന് പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇതിപ്പോ നെഗറ്റീവ് ഇൻവേർട്ടഡ് യു പോലെയല്ലേ? ഇതുപോലെയല്ലേ ഇത്? അല്ലേ? ഓക്കെ, അതാണ് അതിന്റെ വ്യത്യാസം, പോസിറ്റീവ് സ്ലോപ്പും നെഗറ്റീവ് സ്ലോപ്പും. ഓക്കെ, രണ്ടും വരച്ചല്ലോ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ സീറോ ആക്സിലറേഷൻ. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? സീറോ ആക്സിലറേഷൻ. തേർഡ് കണ്ടീഷൻ സീറോ ആക്സിലറേഷൻ. സീറോ ആക്സിലറേഷൻ നമ്മൾ പഠിച്ചത് തന്നെയാ. സീറോ ആക്സിലറേഷൻ എപ്പോഴാ വരിക എന്ന് പറഞ്ഞേ? യൂണിഫോം മോഷൻ ട്ടോ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യൂണിഫോം വെലോസിറ്റി. ഓക്കെ, അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എന്തായാലും കുഴപ്പമില്ല. ഞാൻ തൽക്കാലം പോസിറ്റീവിന്റെ ആണ് വരയ്ക്കുന്നത്. എങ്ങനെ കർവ് വരിക? നമ്മൾ നേരത്തെ വരച്ചില്ലേ, ഇങ്ങനെ ഈക്വൽ സീറോ. ഫസ്റ്റ് വരച്ച ഓർമ്മ ഉണ്ടോ? അതാണ്. ഓക്കെ, ഞാൻ അപ്പൊ പറഞ്ഞു സീറോയിൽ തട്ടിച്ചിട്ട് വരയ്ക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി സീറോയിൽ തട്ടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത്തെ കർവ് നെഗറ്റീവ് വരച്ച ടൈമില്, അതായത് ഇങ്ങനെ നമ്മൾ കർവ് വരച്ച സമയത്ത് സീറോയിൽ തട്ടിക്കണ്ട എന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിനെ നിങ്ങൾ സീറോയിൽ തട്ടിച്ചാലും തട്ടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാം. ഇത് നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം മോഷന്റെ കൺസെപ്റ്റ് തന്നെയാണ്. അവിടെ യൂണിഫോം വെലോസിറ്റി, പോസിറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് എന്താണ്? സീറോ ആക്സിലറേഷൻ ആണ്. കാരണം വെലോസിറ്റി യൂണിഫോം ആയാൽ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയാൽ അവിടെ എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഈസ് സീറോ. സോ അതാണ് എന്ത്? സീറോ ആക്സിലറേഷന്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ സെറ്റ് പൊസിഷൻ ടൈം ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഏതാ രണ്ടാമത്തെ സെറ്റ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ സെറ്റ് ആണ്. അതിൽ ആദ്യത്തെ ആളാരാ? യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ, മുകളിലേക്ക് യു ഷേപ്പിലെ കർവ്. ഓക്കെ, രണ്ടാമത്തെ ആളാരാ? യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, അത് താഴേക്ക് യു ഷേപ്പിലെ കർവ്. ഓക്കെ, മൂന്നാമത്തെ ആളാരാ? സീറോ ആക്സിലറേഷൻ. നമ്മൾ ആദ്യം പഠിച്ച യൂണിഫോം വെലോസിറ്റി കണ്ടീഷൻ തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം, യൂണിഫോം മോഷൻ എന്നോ യൂണിഫോം വെലോസിറ്റി എന്നൊക്കെ എഴുതി വെക്കാം. അപ്പൊ പഠിക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, കൺഫ്യൂസ്ഡ് ആവില്ല. ഓക്കെ, ആ കർവ് എങ്ങനെയാ വരിക? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, കോൺസ്റ്റന്റ് ലൈൻ ആണ്, a = 0. ഓക്കെ, ഇതാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണം ക്ലിയർ ആണോ? Then ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമ്മൾ അങ്ങനെ പഠിക്കില്ല, ഇതിന്റെ ആവശ്യമില്ല. വെലോസിറ്റി ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ചും പറയാനുള്ളത്. ഓക്കെ, എന്തായിരിക്കും വെലോസിറ്റി ടൈം ഗ്രാഫ് തരിക? നിങ്ങൾ തന്നെ പറയണം. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും അല്ലെ? അതായത് ഏത് ഇൻസ്റ്റന്റ് ഓഫ് ടൈം എടുത്താലും എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് പറയാം, ഇറ്റ് ഗീവ്സ് ദ വെലോസിറ്റി ഓഫ് ഒബ്ജെക്ട്
gives the velocity of object at different instance of time. At a different instance of time. ഇതിന് അപ്ലിക്കേഷൻസ് കുറച്ച് കൂടുതലാണ്. അതായത് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കാനുണ്ട്. ഒന്ന്, ഇതിന്റെ യൂസ് എന്താണ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്താലും അതിന്റെ സ്ലോപ്പും എനിക്ക് കണ്ടുപിടിക്കാം, ഏരിയയും എനിക്ക് കണ്ടുപിടിക്കാം. രണ്ടും രണ്ട് ക്വാണ്ടിറ്റി ആണ്. എന്തായിരിക്കും വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്? ചിന്തിച്ചു. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ടി വി, സ്ലോപ്പ് എടുത്താൽ ഇതായിരിക്കും സ്ലോപ്പ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇവിടെ V1, ഇവിടെ V2, ഇവിടെ T1, ഇവിടെ T2. എന്തായിരിക്കും സ്ലോപ്പ്? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1 ഡിവൈഡ് ബൈ V2 minus T1. എന്ന് എന്താണ് ഈ ക്വാണ്ടിറ്റി? ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ. ഓക്കെ, ഞാൻ പറയുന്നു ചെറിയ ടൈം ആണ്, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0. അപ്പൊ എന്തായിരിക്കും? Delta V by delta T. ഓക്കെ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0. ഇതെന്താ സാധനം? വെരി ഗുഡ്, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. അതിന്റെ അർത്ഥം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ എന്താ കിട്ടുക? Instantaneous acceleration. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. അതായത് ഒന്നെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി ആക്സിലറേഷൻ എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാലും വെറും വെലോസിറ്റി എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. നിങ്ങൾ 9th പഠിച്ചിരുന്ന ആ കൺസെപ്റ്റിനെ തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇൻസ്റ്റന്റേനിയസ് എന്ന് വിളിച്ചിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ആവറേജ് എന്ന് പറയരുത്, ആവറേജ് കൺസെപ്റ്റ് മാറി. ഓക്കെ, അപ്പൊ എനിക്ക് രണ്ടാമത്തെ പോയിന്റ് എഴുതാം. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് VT കർവ് എന്ന് എഴുതാം. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ തരും. ഇനി എനിക്ക് കർവിന്റെ അണ്ടറിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് കർവ് എന്ന് വിചാരിച്ചോ, വെലോസിറ്റി ടൈം. ഞാൻ ഇതിന്റെ അണ്ടറിൽ ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ താഴേക്ക് മുട്ടിച്ചു. ഓക്കെ, ഇനി തൽക്കാലം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഈ കർവിനെ കുറച്ചും കൂടി സിമ്പിൾ ആക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഏരിയ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എനിക്ക് ഇതിനെ നേരെ താഴേക്ക് മുട്ടിക്കാം. അപ്പൊ ഈ കിട്ടുന്ന ഷേപ്പ് എന്താ? ഇതെന്ത് ഷേപ്പാ? Right angle triangle. ഓക്കെ, ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ബേസിക്കലി ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് ബി എച്ച് അല്ലെ, ഹാഫ് ബി ഇൻറ്റു എച്ച്. ഇവിടെ ഹാഫ് ഉണ്ട്. ബേസ് ആരാണ്? ഹൈറ്റ് ആരാണ്? ഞാൻ ഇവിടെ പറയുന്നു ഇത് എന്റെ ടൈം ടി, ഇതെന്റെ വെലോസിറ്റി വി. ബേസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, നീല കളർ കാണിച്ചതല്ലേ ബേസ്. 0 ആണെങ്കിൽ T മൈനസ് 0, അതായത് എന്താ? ടി തന്നെ. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ ഈ വെർട്ടിക്കൽ ആയിട്ട് നീല കളർ കാണിച്ചതാണ് എന്ത്? എന്റെ ഹൈറ്റ്. അതെന്താ? V മൈനസ് 0, അതായത് V തന്നെ. ഓക്കെ, അതായത് ഹാഫ് ഇൻറ്റു V ഇൻറ്റു ടി. ഓക്കെ, ഹാഫ് ഇൻറ്റു എന്തായി? V ഇൻറ്റു ടി ആയി. ഓക്കെ, ഈ ഹാഫ് അവിടെ നിൽക്കട്ടെ. വെലോസിറ്റി ഇൻറ്റു ടൈം എന്താ ക്വാണ്ടിറ്റി? ഹാഫിനെ അവിടെ നിർത്തിക്കോ. ഹാഫ് ഒരു കോൺസ്റ്റന്റ് ആണ്, നമുക്കൊരു പ്രശ്നമില്ലാത്ത ആളാണ്. പക്ഷെ വെലോസിറ്റി ഇൻറ്റു ടൈം എന്തായിരിക്കും? വെലോസിറ്റി ഈക്വൽ ടു ഇക്വേഷൻ എന്താ വെലോസിറ്റിയുടെ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെരി ഗുഡ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ഈ താഴെ കിടക്കുന്ന ടൈമിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ എന്തായി? ഇൻറ്റു ടൈം ആയോ? അപ്പൊ വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം ആരാള്? ഓക്കെ, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട്. മനസ്സിലായല്ലോ? എഴുതി വെക്കുക. ദ ഏരിയ അണ്ടർ, അതാ പറഞ്ഞതിന് രണ്ട് അപ്ലിക്കേഷൻ ഉണ്ട്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. വൺ വേർഡ് ആയിട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് വെറുതെ പറഞ്ഞിരുന്നല്ല, 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും. സ്ലോപ്പ് ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡാഷ്, ഡിസ്പ്ലേസ്മെന്റ് അതായത് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഓക്കെ, ചോദിച്ച് കണ്ടിട്ടുണ്ട്. gives the displacement of object, gives the displacement
ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ എടുത്താൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതേപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ ആക്സലറേഷൻ കിട്ടും. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആക്സലറേഷൻ, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ജസ്റ്റ് ആ ലൈനൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വെച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ അപ്ലിക്കേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനില് വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനും ആക്സലറേഷൻ കണ്ടുപിടിക്കാനും നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഓക്കെ, വെറും ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്ന ആലോചിച്ചിരുന്നിട്ട് വണ്ടടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ 2 പോയിന്റ് ഓർത്തിരിക്കുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ 2 പോയിന്റ് അറിയുമെങ്കിൽ നിങ്ങൾക്ക് സ്ലോപ്പ് എടുത്താൽ ആക്സലറേഷൻ കിട്ടി, ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റും കിട്ടി. അങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലാതെ അവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്നും ഒരു കാര്യമില്ല, കിട്ടാൻ പോകുന്നില്ല. ഏരിയ കണ്ടുപിടിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും, സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വെലോസിറ്റി ആക്സലറേഷൻ കിട്ടും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഇതിന്റെ കാര്യം, വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ഒന്ന് ഹെഡിങ് കൊടുത്തിട്ട് ആ ഗ്രാഫുകളും കൂടി വരച്ചു വെക്കുക. അതോടെ ഗ്രാഫ് കഴിഞ്ഞു. 3 സെറ്റ് ഗ്രാഫ് മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആ 3 സെറ്റ് ഗ്രാഫ് വൃത്തിക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് മാർക്ക് പോവില്ല. ഓക്കെ, കാരണം ഗ്രാഫ് ബേസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഫസ്റ്റ് വൺ, യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി യൂണിഫോം വെലോസിറ്റിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വെലോസിറ്റി എന്താണെന്നാണ് അർത്ഥം? കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ലൈന് കർവ് എങ്ങനെ വരണം? സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ? മറ്റേ യൂണിഫോം മോഷൻ വരച്ച പോലെ. യൂണിഫോം മോഷനിൽ ഏത് വരച്ച പോലെ? അല്ല, ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് വരച്ച പോലെ. വെരി ഗുഡ്, ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് വരച്ച പോലെ. കാരണം എന്താ? റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് പൊസിഷന് മാറ്റമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിക്ക് മാറ്റമില്ല എന്ന് പറയുന്നത്. ഓക്കെ, മാറ്റമില്ലാത്ത കണ്ടീഷൻ എല്ലാം കോൺസ്റ്റന്റ് കണ്ടീഷൻ ആണ്. വരയ്ക്കുമ്പോൾ കർവ് എപ്പോഴും ഒരു ആക്സിസിന് പാരലായിട്ടാണ് വരിക. ഓക്കെ, അതായത് ഇവിടെ എന്ത് ആക്സിസിനാ പാരൽ വരിക? ടൈം എന്ന് പറയുന്ന ആക്സിസിന് പാരൽ വരും. അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, മാറില്ല, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഞാൻ ഇതിനെ ഒരു യു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഓക്കെ, എന്ത് വേണമെങ്കിലും ആവാം എന്റെ വെലോസിറ്റി. ഓക്കെ, ഞാൻ യു എന്ന് പറഞ്ഞ ഒരു ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറഞ്ഞു വിളിച്ചു. ആ വെലോസിറ്റി മാറുന്നുണ്ടോ? ഇല്ല, ആ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, യൂണിഫോം ആക്സിലറേഷൻ കണ്ടീഷൻ. യൂണിഫോം ആക്സിലറേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ് കോൺസ്റ്റന്റ്. അവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ വരയ്ക്കാൻ പോവാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് അല്ല, ആലോചിക്കണം, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. എങ്ങനെ വരും? ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. യൂണിഫോം മോഷൻ വരച്ചപ്പോ അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിങ്ങൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ വരച്ചു. അതേപോലെ തന്നെയാണ് യൂണിഫോം ആക്സലറേഷൻ വരയ്ക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നത്. അവിടെ ആരാ കോൺസ്റ്റന്റ്? ആക്സലറേഷൻ ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ലൈൻ എങ്ങനെ വരും? സ്ട്രെയിറ്റ് ലൈൻ വരും. മേലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ നമുക്ക് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, യുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താ? ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് അല്ലെ? വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ ആക്സലറേഷൻ എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി യു ഉണ്ട്. ആ യുവിൽ നിന്ന് അത് തുടങ്ങി മുകളിലേക്ക് പോകുന്നു. ഓക്കെ, ഈ ആക്സലറേഷൻ എന്താ? പോസിറ്റീവ് ആണ് അല്ലെ? കാരണം മുകളിലേക്ക് പോകുന്ന കർവ് എല്ലാം പോസിറ്റീവ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കേസ് പറയുകയാണെങ്കിൽ, ലാസ്റ്റ് കേസ് പറയുകയാണെങ്കിൽ യൂണിഫോം റിട്ടാർഡേഷൻ. എന്താ റിട്ടാർഡേഷൻ? നെഗറ്റീവ് ആക്സിലറേഷൻ. യെസ്, വെരി ഗുഡ്. നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ. ഓക്കെ, ത്വരണത്തിന് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള അവസ്ഥ. അവിടെ വെലോസിറ്റി എന്ത് ചെയ്യണം? കുറഞ്ഞു വരണം അല്ലെ? നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി റിട്ടാർഡ് ചെയ്യുന്നു, ഡീസലറേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, വെലോസിറ്റി കുറഞ്ഞു വരണം. ഇനി ആക്സിലറേറ്റർ പെഡൽ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക? വണ്ടിയുടെ സ്പീഡ് കൂടിപ്പോകും, അവിടെ ആക്സിലറേറ്റ് ചെയ്യുന്നു എന്ന് പറയും. അത് ആക്സിലറേഷൻ നേരെ വിപരീതമാണ് റിട്ടാർഡേഷൻ. പക്ഷെ രണ്ടും കൺസെപ്റ്റുകൾ സെയിം ആണ്. ഒന്നിൽ വെലോസിറ്റി കൂടി പോകുന്നു, മറ്റേതിൽ വെലോസിറ്റി
കുറഞ്ഞു വരുന്നു. അപ്പൊ തേർഡ് കേസ് യൂണിഫോം റിട്ടാർഡേഷൻ. കുറഞ്ഞു വരുന്ന കൺസെപ്റ്റ് ആണ്. എങ്ങോട്ട് വരയ്ക്കണം കർവ്? താഴോട്ട് വരയ്ക്കോ മുകളിലോട്ട് വരയ്ക്കോ? കുറക്കണം. താഴോട്ട്. വെരി ഗുഡ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഓരോ കർവും എങ്ങനെയാണ് മുകളിലേക്കും താഴേക്കും വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കും. ഓക്കെ, അത് വി ആണ്. ഓക്കെ, മുകളിലേക്ക് പോകുന്ന വി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, മുകളിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ഞാൻ അതിന് എന്ത് കൊടുത്തു? യു എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എന്റെ ഫൈനൽ വെലോസിറ്റി ഇവിടെ ആണെങ്കിൽ, വി ഇവിടെ ആണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആയല്ലോ. അപ്പൊ എന്തായി? സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഈസ് നെഗറ്റീവ്. ഓക്കെ, ആക്സലറേഷൻ ഈസ് നെഗറ്റീവ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ 3 പഠിച്ചത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ആണ്. അതായത് ഈ 3 ഇപ്പൊ ലാസ്റ്റ് വരച്ചത്. ആദ്യത്തെ കേസ് യൂണിഫോം വെലോസിറ്റി കോൺസ്റ്റന്റ് സ്ട്രേറ്റ് ലൈൻ വന്നു ഹൊറിസോണ്ടൽ ആയിട്ട്. ദെൻ രണ്ടാമത്തത് എന്താ വന്നത്? യൂണിഫോം ആക്സലറേഷൻ, പോസിറ്റീവ് ആക്സലറേഷൻ എന്ന് പറയുന്നത് മുകളിലേക്കുള്ള കർവ് വരച്ചു സ്റ്റാർട്ടിങ് ഫ്രം യു. അതേപോലെ മൂന്നാമത്തെ കേസ് യൂണിഫോം റിട്ടാർഡേഷൻ അഥവാ യൂണിഫോം ഡീസിലറേഷൻ ആണ്. റിട്ടാർഡേഷന്റെ മറ്റൊരു പേരാണ് ഡീസിലറേഷൻ. ഓർത്തു വെക്കുക, ഡീസിലറേഷൻ. ഓക്കെ, DECELERATION, ഡീസിലറേഷൻ. ഓക്കെ, DECELERATION. ഓക്കെ, ഡീസിലറേഷൻ. ഓക്കെ, അപ്പോ നെഗറ്റീവ് ആയിരിക്കും, ആക്സലറേഷൻ കുറഞ്ഞു വരുന്നു, ആ കർവ് താഴേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കർവ്. ഓക്കെ, ഈ ഒരു കേസ് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക. ഒരു കാര്യം ചോദിക്കട്ടെ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താ? സ്ലോപ്പ്, ആക്സിലറേഷൻ, ഏരിയ, ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അത് മറക്കരുത് കേട്ടോ. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നതാണ്, മറക്കരുത്. അതുപോലെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? മറന്നോ? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ കിട്ടുക? വെലോസിറ്റി. ഓക്കെ, തൊട്ടടുത്ത് കിടക്കുന്ന ടേം ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ. ഓക്കെ, ഇനി ആക്സലറേഷൻ ടൈം ഗ്രാഫ് നമുക്ക് പഠിക്കാനില്ല, പക്ഷെ അതിന്റെ സ്ലോപ്പ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഏരിയ എന്താണെന്ന് പഠിച്ചു വെക്കുക. അത് മാത്രം പഠിച്ചാൽ മതി. ഏരിയ അണ്ടർ എട്ടി ഗ്രാഫ്. ഇതിന്റെ സ്ലോപ്പ് ജെർക്ക് എന്ന് പറയുന്ന ഒരു ടേം ആയിരിക്കും. ജെർക്ക്. ഓക്കെ, അല്ലെങ്കിൽ വൈബ്രേഷൻ. ജെർക്ക് അല്ലെങ്കിൽ വൈബ്രേഷൻ. ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് ആക്സലറേഷൻ ടൈം ഗ്രാഫ്സ് പഠിക്കാനില്ല, പക്ഷെ അതിന്റെ സ്ലോപ്പിനെ കുറിച്ചിട്ട് ഏരിയനെ കുറിച്ചും പഠിക്കാനുണ്ട്. ഏരിയ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എന്തായിരിക്കും? സ്പീഡ് ആയിരിക്കോ? അതോ സ്പീഡ് പോലുള്ള ഒരു ടേം ഉണ്ടല്ലോ, സ്പീഡിനെക്കാട്ടും കുറച്ചും കൂടി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ. ഓക്കെ, സ്പീഡ് പോലെ തന്നെ ഇരിക്കുന്ന ടേം ആരാ സാധാരണയായിട്ട് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ സ്പീഡിനെ കുറിച്ചിട്ടല്ലല്ലോ പഠിച്ചത്. വെലോസിറ്റി. വെരി ഗുഡ്, വെലോസിറ്റി. ഓക്കെ, റിലേറ്റബിൾ ആണ്. ഇത് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ ആക്സലറേഷൻ, ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ ജെർക്ക്. ഇനി തിരിച്ചെടുക്കുക. ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാഫുകളൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ 3 സെറ്റ് ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധാ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം മോഷൻ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ദെൻ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ, ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ എന്താ പഠിച്ചത്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം വെലോസിറ്റി ആവുന്നതും പഠിച്ചു, യൂണിഫോം ആക്സലറേഷൻ ആവുന്നതും പഠിച്ചു. അതായത് ആദ്യം പഠിച്ച 2 കേസുകളുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒറ്റയടിക്ക് പഠിച്ചു. ഓക്കെ, അപ്പോ 9 ഗ്രാഫുകൾ ടോട്ടൽ ഉണ്ട്. അതായത് 3 സെറ്റ് ഉണ്ട്. അത് വൃത്തിക്ക് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു വെക്കുക. കാരണം ഏത് ഗ്രാഫ് ചോദിച്ചാലും എപ്പോ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ വെലോസിറ്റി അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ. ഓക്കെ, ദെൻ ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ഞാൻ പറഞ്ഞ പോലെ ജെർക്ക് അഥവാ വൈബ്രേഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോ ട്രെയിനൊക്കെ പെട്ടെന്ന് ആക്സലറേഷൻ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ഇല്ലേ? ഇപ്പൊ വണ്ടി ആയിക്കോട്ടെ,
നിങ്ങൾ സഞ്ചരിക്കുന്ന ബസ്, മെല്ലെ പോകുന്ന ബസ് ഒറ്റയടിക്ക് അത് ആക്സിലറേറ്റ് ചെയ്യാണ്, പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യാണ്, അതിന്റെ ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആ വണ്ടി ഒന്ന് വൈബ്രേറ്റ് ചെയ്യും, അല്ലെ? നിങ്ങൾക്കൊരു വൈബ്രേഷൻ അനുഭവപ്പെടും. അതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, സ്ലോപ്പ്. ആ കർവിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ആ ജർക്ക്. ആ ജർക്കാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ആണോ ഡിസ്പ്ലേസ്മെന്റ്? യെസ്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ ആണ് വെലോസിറ്റി. ഓക്കെ, ഒരു കാര്യം ചിന്തിച്ചാൽ മതി. സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, റേഷ്യോ ആണ് കിട്ടുക, ഡിവൈഡഡ് ബൈ എന്നുള്ളതാണ് കിട്ടുക. ഓക്കെ, അപ്പൊ തൊട്ടടുത്ത ടേം. ഓക്കെ, ഇനി ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡു ടേം ആണ് കിട്ടുക, അപ്പൊ തൊട്ട് മുന്നത്തെ ടേം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ആക്സലറേഷൻ ഓർഡറിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആദ്യം ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ വെലോസിറ്റി, പിന്നെ ആക്സലറേഷൻ. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടണം. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ ആക്സലറേഷൻ കിട്ടണം. ഇനി തിരിച്ചു ചിന്തിക്കുക, ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആരെ കിട്ടണം? വെലോസിറ്റിനെ കിട്ടണം. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആരെ കിട്ടണം? ഡിസ്പ്ലേസ്മെന്റ് കിട്ടണം, ബാക്കിലേക്ക്. സ്ലോപ്പ് ഒക്കെ ഫ്രണ്ടിലേക്കും ഏരിയ ഒക്കെ ബാക്കിലേക്കും, ആ ഒരു ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ ആക്സലറേഷൻ അല്ലേ? അല്ലല്ല, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ ആക്സലറേഷൻ ആവില്ല. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, അതിന് ഏരിയ നമുക്ക് പറയാൻ പറ്റില്ല. ഏരിയ എന്ന് പറയുന്ന ടൈം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം എടുത്തിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ ഒരു ടേം ഇല്ല. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കൈനമാറ്റിക് ടേംസ് ഒന്നുമില്ല. ഓക്കെ, ആ ഓർഡറിൽ പഠിച്ചാൽ മതി. ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, വെലോസിറ്റി, ആക്സലറേഷൻ. സ്ലോപ്പിന്റെ കേസ് താഴേക്ക് പോവുക, ഏരിയയുടെ കേസ് മുകളിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ കിട്ടും ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ. താഴേക്ക് പോയാൽ മതി. ഏരിയ നോക്കുകയാണെങ്കിൽ ആദ്യം ആക്സലറേഷൻ ടൈം ഗ്രാഫ് തുടങ്ങുക. ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ ഏരിയ എടുക്കാൻ മുകളിൽ ആരും ഇല്ല. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ ആക്സലറേഷൻ കഴിഞ്ഞിട്ട് ജർക്ക് എഴുതാം, അതായത് ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ജർക്കാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ആ ഓർഡറിൽ എഴുതിയാൽ ക്ലിയർ ആവും, മനസ്സിലാവും. ഓക്കെ ആയോ? ക്ലിയർ അല്ല? ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്താ പറയാ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സുകളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ്, ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പഠിക്കാം. ഇനി ഈ ചാപ്റ്ററിൽ കുറച്ച് പോർഷൻ ഉള്ളൂ, അതായത് കൈനമാറ്റിക് മോഷന്റെ ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ള ഒരു ചെറിയ പോർഷനും റിലേറ്റീവ് വെലോസിറ്റി. ആ ഇക്വേഷൻ ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ പോർഷൻ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അത് ഡെറിവേഷൻ ആണ്. ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കുന്നതാണ്. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ പ്രോബ്ലംസും ചെയ്യും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 1-2 ക്ലാസ്സുകൾ കൂടി ആകുമ്പോൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ആവുകയും നമ്മൾ ഇതിന്റെ സാധാ ക്വസ്റ്റ്യൻസും എൻട്രൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഈ ഫിഗേഴ്സ്, അതായത് ഈ ഒരു 9 ഗ്രാഫുകൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അതിലൊരു എന്താ പറയാ കോംപ്രമൈസും ഇല്ല, അത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. അത് ചോദിക്കും, ഓരോരുത്തരോടായിട്ട് ഓരോ ഗ്രാഫുകൾ ഞാൻ ചോദിച്ചിട്ടായിരിക്കും പ്രോബ്ലം ചെയ്യിക്കുക. ഓക്കെ, നിങ്ങൾ ഇൻഡിവിജ്വലി ആയിരിക്കും, നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും പ്രോബ്ലം ചെയ്യിക്കും. അപ്പൊ ചെയ്യിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യേണ്ടി വരും, ഗ്രാഫ് പറയേണ്ടി വരും. ഓക്കെ, പഠിക്കുക, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാലേ നമുക്ക് ആ ഗ്രാഫ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് കൺഫ്യൂസ്ഡ് ആവരുത്. കൺഫ്യൂസ്ഡ് ആവാത്ത സ്ഥിതിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചു വരണം. എന്നാലേ എക്സാമിന് വരുമ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സമയമുണ്ട്. സാവകാശം എന്ത് ചെയ്യുക, ഓരോ ഗ്രാഫുകളിൽ ഇരുന്ന് വരച്ച് തന്നെ പഠിക്കുക, കൺഫ്യൂസ്ഡ് ആവാതെ. ഇത് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഓർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, സ്ലോപ്പുകളൊക്കെ കാണുമ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ആണോ നെഗറ്റീവ് സ്ലോപ്പ് ആണോ എന്നുള്ളത് എഴുതി നോക്കിയിട്ട് തന്നെ, വരച്ച് നോക്കിയിട്ട് എഴുതി നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് തെറ്റില്ല. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ 9 ഗ്രാഫും ഡിഫറെന്റ് ഗ്രാഫുകളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഫീഡ് ചെയ്തിരുന്നോളൂ. ഓക്കെ, ഒന്നും എന്താ പറയാ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിയർ അല്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇന്നെടുത്ത പോർഷൻ. ഓക്കെ, ഇന്നോ അല്ലെങ്കിൽ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഷനെ സ്ട്രേറ്റ് ലൈനിൽ ഇപ്പൊ ആക്സലറേഷൻ വരെ പറഞ്ഞു നിർത്തി, ഗ്രാഫുകൾ പറഞ്ഞു, അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഡിസ്പ്ലേസ്മെന്റിൽ തുടങ്ങി, അതായത് മോഷൻ എന്താണെന്ന് പറഞ്ഞു. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ മോഷൻ പഠിച്ചു, എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. ദെൻ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് കൺസെപ്റ്റുകള്, വെലോസിറ്റി സ്പീഡിന്റെ കൺസെപ്റ്റുകള്, അതേപോലെ ആക്സലറേഷൻ,
കോൺസെപ്റ്റ്, അതിന്റെ ഗ്രാഫുകൾ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, വണ്ടിയുടെ സ്പീഡോമീറ്റർ എന്താ മെഷർ ചെയ്യുക? വണ്ടിയുടെ സ്പീഡോമീറ്റർ എന്താ മെഷർ ചെയ്യുക? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഓക്കെ, വെരി ഗുഡ്. അത് ചോദിക്കൂട്ടോ. അതായത് 1-2 വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡോമീറ്റർ മെഷേഴ്സ്, സ്പീഡോമീറ്റർ ഓഫ് വെഹിക്കിൾ മെഷേഴ്സ് ഡാഷ്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്നാണ്. ഓക്കെ, അതൊരു അപ്ലിക്കേഷൻ ആണ്. നിങ്ങളുടെ സീനിയേഴ്സിന്റെ, അതായത് തൊട്ടു മുന്നത്തെ +1 ബാച്ചിന്റെ എക്സാം ഇന്നലെ ആയിരുന്നു. അതായത് 4-ാം തീയതി ആയിരുന്നു ഫിസിക്സ് എക്സാം. സാധാരണയായിട്ട് ഫിസിക്സ് എക്സാമിന്റെ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരിക കുറച്ച് ഇൻഡയറക്റ്റ് ആയിരിക്കും. അതായത് എന്താ പറയാ, കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ നാളെ തൊട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പോൾ ക്ലിയർ ആവും, നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പൊ മനസ്സിലാവും, ഫിസിക്സ് എന്ന് പറയുന്നത് കെമിസ്ട്രി മാത്സും പഠിക്കുന്ന പോലെ എന്താ പറയാ ഡയറക്റ്റ് അപ്രോച്ച് അല്ല. ഫിസിക്സിന്റെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്. പക്ഷെ രസമാണ്, അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും, മനസ്സിലാവും. ഓക്കെ, അത് കുറെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ കുറെ ബൈഹാർട്ട് ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പക്ഷേ ഈ വട്ടത്തെ പേപ്പർ വളരെ സിമ്പിൾ ആയിരുന്നു. അതായത് കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഇൻഡയറക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഓക്കെ, കുറെ നല്ല ഫുള്ള് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് എളുപ്പത്തിൽ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഫുൾ മാർക്ക് 60-ൽ 60 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരുന്നു ഇന്നലെ നടന്ന എക്സാമിന്റെ പേപ്പർ. ഓക്കെ, പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും എഴുതിയ പോലെ അത്രയും ഒരു സിംപ്ലർ അപ്രോച്ച് ആവില്ല ഫിസിക്സിന്റെ അപ്രോച്ച്. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. +1 എല്ലാവരും ഫിസിക്സ് ടഫാണെന്ന് പറയുന്നതിന്റെ മീനിങ് മറ്റൊന്നുമല്ല, കെമിസ്ട്രിയും മാത്സും പഠിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് പഠിക്കരുത്, ഫിസിക്സ് പഠിക്കരുത്. അതിന് എന്ത് ചെയ്യണം, അതിനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തഴക്കം വന്ന് തന്നെ പഠിക്കണം. അപ്പൊ അത് കിട്ടും. ഓക്കെ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പമാണ്, അതേപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗുമാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇന്നലത്തെ ഒരു എക്സ്പീരിയൻസ്, ഇന്നലത്തെ എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്താണ്. കുട്ടികൾ പറഞ്ഞിരുന്നു കുറെ പേർക്ക് എളുപ്പമായിരുന്നു എക്സാം. അതായത് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ച ആൾക്കാർക്കൊക്കെ എളുപ്പമായിരുന്നു. അവർ പറയുന്നത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു പേപ്പറാണെന്ന് തന്നെയാണ്. പക്ഷെ പഠിക്കാൻ പിറകിലായിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ടഫ് ആയിരുന്നു എക്സാം. പാസ്സാവാൻ എളുപ്പമായിരുന്നു, പക്ഷെ അവർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ടഫർ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. പാസ്സാവും എളുപ്പത്തിൽ എല്ലാവരും. ഒന്ന് ജസ്റ്റ് പഠിച്ചൊരു കുട്ടി, ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി നല്ല രീതിയിൽ ഒരു 10, 35, 40 മാർക്കിൽ പാസ്സാവും. പക്ഷെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് നന്നായിട്ട് ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾക്കാണ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എയിം ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ +1 ഫുൾ മാർക്കിന് വേണ്ടിയിട്ട് തന്നെ എയിം ചെയ്യുക. ഓക്കെ, കാരണം ഈ ഒരു അവസരം എന്ന് പറയുന്നത് കൊറോണയൊക്കെ കാരണം നമുക്ക് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഫോക്കസ് ഏരിയ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ അഡ്വാൻറ്റേജ് വരും. ഓക്കെ, നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറെ ഉപകാരങ്ങളുണ്ട്. ഏത് കോഴ്സ് എടുക്കുമ്പോഴും നിങ്ങളുടെ മാർക്കിന്റെ ബേസിസിലാണ് അവിടെ സെലക്ഷൻ വരിക. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ഇതിനൊരിക്കലും എന്താ പറയാ വിട്ടുകളയാതെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് മുതലെടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള അറ്റംപ്റ്റ് നടത്തുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ല, ഓക്കെ ആണ്, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് മോഷനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ പൊസിഷനെ കുറിച്ചും പഠിക്കണം, ടൈമിനെ കുറിച്ചും പഠിക്കണം. പൊസിഷൻ എന്ന് പറയുന്നത് അതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ്. അതായത് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ് എന്ന് പറയുന്ന 3 കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അതിൽ ഏതൊരു പോയിന്റ് എടുത്താലും XYZ വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക സ്പേസിലാണെങ്കിൽ. ഇനി ടൈം മെഷർ ചെയ്യണമെങ്കിൽ നമ്മുടെ റെഫറൻസ് സിസ്റ്റം എന്താ? എല്ലായ്പ്പോഴും നമ്മൾ ടൈം മെഷർ ചെയ്യുന്ന ക്ലോക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ക്ലോക്ക് ആണ് ടൈം മെഷർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം. ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ടോട്ടൽ ആയിട്ട് വിളിക്കുമ്പോൾ പൊസിഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിനെയും ടൈം മെഷർ ചെയ്യാൻ എടുക്കുന്ന ക്ലോക്കിനെയും കൂടി ഓൾ ടുഗദർ എടുക്കുന്ന സിസ്റ്റമാണ് എന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും ടു മെഷർ ദ പൊസിഷൻ, ക്ലോക്ക് ഉണ്ടായിരിക്കും ടു മെഷർ ദ ടൈം. രണ്ടും കൂടി വരുമ്പോഴാണ് എന്താവുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് ആവുന്നത്. ഓക്കെ ആയോ? ഓക്കെ, ഇനി ഏതെങ്കിലും പോസ്റ്റ് ഡൗട്ട് ഉണ്ടോ? വേറെ ഏതെങ്കിലും? അതുപോലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞാൽ എന്താ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, നമ്മൾ നോർമലി പറയുന്ന XYZ സിസ്റ്റം. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗ്രാഫ് ഉണ്ടല്ലോ,
XY ഗ്രാഫുകൾ ഒക്കെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ പെടുന്നതാണ്. അത് XYZ മൂന്നാമത്തെ ഒരു ആക്സും കൂടി വന്നാലും അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ്. ഇതൊരു പേരാണ് മാത്രം. ഓക്കെ, വേറെ ഏതെങ്കിലും സർ ആവറേജ് പറഞ്ഞോ. ആവറേജ് ആക്സിലറേഷൻ ഇല്ലേ, ആ. അത് ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇന്റർവൽ അങ്ങനെയല്ലേ വരിക? വെരി ഗുഡ്. ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇന്റർവൽ. മൊത്തമായിട്ട് ഞാൻ അതാ പറഞ്ഞു, ഒരു ജേർണി മൊത്തമായിട്ട് എടുക്കും, ഒരു യാത്ര മൊത്തമായിട്ട് എടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ബൈ അവിടുത്തെ ടൈം എടുക്കണം. ഓക്കെ, ആവറേജ് ആക്സിലറേഷൻ ആവറേജ് ആണ്, ശരാശരിയാണ് നമ്മൾ നോക്കുന്നത്. ശരാശരി ത്വരണം അല്ലെങ്കിൽ ശരാശരി ആയിട്ടുള്ള ആക്സിലറേഷൻ ആണ് നമ്മൾ നോക്കുക. ഓക്കെ, ഞാൻ മൊത്തം 1 മണിക്കൂർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ 1 മണിക്കൂർ നേരത്തെ ആക്സിലറേഷന്റെ ആവറേജ് കിട്ടണം. ഓക്കെ, അല്ലാതെ ഓരോ സെക്കൻഡിലും എനിക്കുണ്ടായ ആക്സിലറേഷന്റെ കാൽക്കുലേഷൻ അല്ല ഞാൻ ചെയ്യുന്നത്. 1 മണിക്കൂറിൽ മൊത്തമായിട്ട് കിട്ടിയ ആ ഒരു ജേർണിയുടെ ആക്സിലറേഷൻ, ഓക്കെ, ആവറേജ് ആയിട്ടുള്ള ആക്സിലറേഷൻ, ശരാശരി. ഓക്കെ, നേരെ മറിച്ച് ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിലോ ചെറിയ ടൈം, അതായത് വളരെ ഓരോ നിമിഷത്തെയും ആക്സിലറേഷൻ എനിക്ക് നോക്കണം. അതാണ് എന്റെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഓക്കെ, ഇനി ഇത് രണ്ടും എപ്പോഴും ഒന്നാവുന്നത്, ഒരുമിച്ചാവുന്നത് ആ ആക്സിലറേഷൻ യൂണിഫോം ആവുന്ന കേസിൽ. അതായത് സെയിം കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെങ്കിൽ ആവറേജ് എടുത്താലും ഇൻസ്റ്റന്റേനിയസ് എടുത്താലും എന്തേ വരുള്ളൂ, ആ കോൺസ്റ്റന്റ് വാല്യൂ വരുള്ളൂ. അതേപോലെയാണ് ഞാൻ യൂണിഫോം മോഷന്റെ കേസും പറഞ്ഞത്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എടുത്താലും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എടുത്താലും സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. ക്ലിയർ ആയോ? യെസ് സർ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ടൈം യൂട്ടിലൈസ് ചെയ്യുക. സമയം കുറെ ആയി എന്നറിയാം, എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, മടി പിടിച്ചിരിക്കരുത്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തർക്കുള്ള ഡൗട്ടുകൾ റെലവെന്റ് ആയിട്ടുള്ള ഡൗട്ടുകൾ ആവാം. ഇനിയിപ്പോ ഈവൻ ചെറിയൊരു ഡൗട്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്കത് എന്താ പറയാ പൊട്ടത്തരമാണെന്ന് തോന്നേണ്ട ആവശ്യമില്ല. ഡൗട്ട്സ് ആണ്, അത് കറക്റ്റ് ആയിട്ട് ചോദിക്കേണ്ട വേണം. ചോദിച്ചാൽ തന്നെയല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് നിങ്ങൾ പഠിക്കുമ്പോൾ അത് കുറെ കാലം കഴിഞ്ഞിട്ട് ആ ഡൗട്ട് അന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായില്ല അന്ന് ചോദിക്കാതിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലാവാത്ത പോർഷനെ ക്ലിയർ ആക്കി വെക്കുക. കാരണം ഇതിന്റെയൊക്കെ കണ്ടിന്യൂഷൻ ആണ് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് വരിക. ഓക്കെ, സോ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്ത് ചെയ്യുക, ഈ പോർഷൻ നന്നായിട്ട് പഠിക്കുക, ഗ്രാഫുകൾ വരച്ച് പഠിക്കുക, നോക്കി പഠിക്കരുത്. അതായത് വായിച്ച് പഠിക്കാൻ നിൽക്കരുത്. തിയറി വായിക്കുന്ന പോലെ ഗ്രാഫുകൾ വരച്ച് കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു സർ.